റേഞ്ച് സെക്രട്ടറി ബഹുമാനപ്പെട്ട ഹനീഫ് ദാരിമി ഉസ്താദ് അടക്കമുള്ള ഈ സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടലും പിരിയലും അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഈ ഇൽമിൻ്റെ മജ്ലിസ് SKSSF കാസർഗോഡ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ റമദാൻ പ്രഭാഷണത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. ഇൽമിൻ്റെ മജ്ലിസ് എന്നുള്ളത് നമുക്കറിയുന്നത് പോലെ അതൊരു സ്വർഗപ്പൂന്തോപ്പാണ്. സ്വർഗത്തിൽ എന്തും ആഗ്രഹിച്ചത് നമുക്ക് ലഭിക്കുന്നത് പോലെ ഇൽമിൻ്റെ മജ്ലിസിൽ എന്ത് ദുആ ചെയ്താലും ആ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ മഹത്തായ ഇൽമിൻ്റെ മജ്ലിസ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ മനോഹരമായ രീതിയിൽ കാലിക പ്രസക്തമായ രീതിയിൽ ഇവിടെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാനെത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ സമയമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മജ്ലിസുന്നൂറോടുകൂടെ നമ്മുടെ ഈ പരിപാടിക്ക് സമാപനം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നലെയും ഇന്നും വന്ന് നിങ്ങളിവിടെ സാന്നിധ്യം അറിയിച്ചതുപോലെ തന്നെ നാളെയും നിങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് നമ്മുടെ പരിപാടി വിജയിപ്പിച്ച് തരണമെന്ന് അറിയിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ സർവ്വദോഷങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ ഇതുവരെ നോറ്റ നോമ്പുകൾ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തറാവീഹ് നിസ്കാരങ്ങൾ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മൺമറഞ്ഞു പോയ നമ്മുടെ കുടുംബ ബന്ധുമിത്രാദികൾ, നമ്മുടെ മാതാപിതാക്കൾ, അവരെല്ലാവരും ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് എല്ലാ രീതിയിലുള്ള സംഘടനയുടെ പേരിൽ സ്വാഗതം അരുളുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ സംസാരിക്കാൻ വേണ്ടി വളരെ സ്നേഹാദരവോടെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري
واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا نبينا يا حبيب الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير عملا. صدق الله المولانا العظيم. സുജൂദിലേക്ക് പോകുന്നത് ഇങ്ങനെ പറയല്ലോ. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منعدم لما دعا الله داعين لطاعته بأكرم الرسل كنا أكرم الأمم. يا سيد السادات جئتك قصيدا أرجو حماك فلا تخيب مقصدي. وعلم سيدنا محمد. സർവാദരവുകൾ നിറഞ്ഞ SKSF കാസർഗോഡ് മേഖല ഇതിന്റെ പ്രഗത്ഭനായ കരുത്തനായ പ്രസിഡന്റ് ആദരണീയനും ബഹുമാന്യനുമായ ലത്തീഫ് ഹസ്നവി ഉസ്താദ്, ഈ പരിപാടിയിൽ ഞാൻ എത്തിപ്പെടാൻ കാരണക്കാരനും എൻ്റെ ആത്മീയ സുഹൃത്തും കൂടിയായ SKSF കാസർഗോഡ് മേഖലയുടെ ചാലകശക്തി പ്രിയപ്പെട്ട പണ്ഡിതനും പ്രഭാഷകനുമായ സുഹൈൽ ഫൈദി ഉസ്താദ്, ആദരണീയനും ബഹുമാന്യനുമായ
കാസർഗോഡ് SKSF കാസർഗോഡ് ജില്ല ഇതിൻ്റെ കർമ്മധീരനായ കർമ്മോത്സുകനായ സെക്രട്ടറി ഉദവി ഉസ്താദ്, ആദരണീയരും ബഹുമാന്യരുമായ പ്രിയപ്പെട്ട സുഹൃത്ത്, SKSFന്റെ പ്രവർത്തനങ്ങളിൽ കരുത്തുറ്റ സാന്നിധ്യം പ്രിയപ്പെട്ട ഹനീഫ് ഉസ്താദ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഉമ്മബെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാരുണ്യവാനായ കരുണക്കടലായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം നാളവന്റെ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു മുതൽ കൂട്ടാക്കി നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അവന്റെ പൊരുത്തത്തിലായി മുന്നോട്ട് നയിച്ച് മരണം ഹൈറാവുന്ന വേളയിൽ ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ മണ്ണറയ അല്ലാഹു മണിയറയാക്കട്ടെ. വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്ത ഓരോരോ സുഹൃതങ്ങളെയും സൽക്കർമ്മങ്ങളെയും നാളെ പടച്ചവന്റെ പരലോകത്ത് ഹിസാബില്ലാതെ നരകം സ്പർശിക്കാതെ അവന്റെ മാലാകന്മാരുടെ സവിധത്തേക്ക് ചേരാനുള്ള സബബാക്കി സ്വീകാര്യയോഗ്യമായ അമലുകളാക്കി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നാളെ മരിച്ചു കിടക്കുന്ന നേരത്തെ ഈ പരിശുദ്ധ റമളാനിന്റെ പ്രകാശം നമ്മുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു തന്ന് അനുഗ്രഹിക്കട്ടെ. അവസാനം അവന്റെ സ്വർഗീയ ലോകത്ത് നമ്മയും നമ്മിൽ നിന്ന് വിട പറഞ്ഞവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. SKSF കാസർഗോഡ് മേഖല ഇതിന്റെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ റഹ്മത്തിന്റെ 10 നമ്മിൽ നിന്ന് വിട പറയാനാവുന്ന അവസാനത്തെ സമയത്ത് 3 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ 2ാമത്തെ ദിനമാണല്ലോ ഇന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് ഇതൊക്കെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിന്റെ പിന്നറയിൽ പ്രവർത്തിച്ച, ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച, ഇതിനു വേണ്ടി കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ച, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ രീതിയിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ച് മേഖലയിലുള്ള SKSFന്റെ നേതാക്കന്മാരെ അനുഗ്രഹിച്ച ഓരോരുത്തരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിലും ആഖിറത്തിലും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ റഹ്മത്തിന്റെ ഈ 10 അവന്റെ കരുണയുടെ നോട്ടം അവരിൽ അല്ലാഹു വർഷിപ്പിക്കട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട SKSFന്റെ ചുണക്കുട്ടികളാകുന്ന പ്രിയപ്പെട്ട കരുത്തരായ നേതാക്കൾ, അവരുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട SKSFന്റെ ഓരോരോ പ്രവർത്തകർക്കും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. ദീനീ ഹിദ്മത്തിലായി സമസ്തയുടെ തണലിലായി മരണം വരെ അതിജീവിക്കാനും അതിനു വേണ്ടി നിലകൊള്ളാനുമുള്ള തൗഫീഖും മഹാഭാഗ്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുദീർഘമായ ഒരു ആമുഖത്തിലോട്ട് കടന്നു ചെല്ലാതെ പ്രത്യേകമായ ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ല എങ്കിലും കാലികാപ്രസക്തമായ ഒരു വിഷയത്തെ ആസ്പദമാക്കി കുറച്ചു നേരം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു നല്ലത് പറയുവാനും അതിലൊരു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള ഭാഗ്യം ഈ മഹനീയ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യന് ഒരുപാട് അനുഗ്രഹങ്ങളെ ഭൗതിക ലോകത്ത് സമ്മാനിക്കുകയാണ്. എണ്ണിയാലൊതുങ്ങാത്ത അനുഗ്രഹങ്ങൾ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ, പടച്ചവൻ തന്ന നിഅമത്തുകളുടെ പേമാരികളെ ഭൗതിക ലോകത്തുള്ള മനുഷ്യൻ എണ്ണിക്കണക്കാക്കാൻ പുറപ്പെട്ടാൽ അവനെ കൊണ്ട് എണ്ണിക്ലിപ്തമാക്കാൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പോലും നമ്മോട് പഠിപ്പിക്കുകയാണ്.
കോടിക്കണക്കായ നൂറുകണക്കായ അനുഗ്രഹങ്ങളെ കൊണ്ട് പടച്ച തമ്പുരാനായ റബ്ബുൽ ഇസ്സത്ത് ഭൗതിക ലോകത്ത് നമ്മെ പരിപാലിക്കുമ്പോ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു ഭൗതിക ലോകത്ത് നൽകി ഏറ്റവും വലിയ വിലമതിക്കാൻ പറ്റാത്ത അനുഗ്രഹമേതാ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, നിന്റെ ഇരുനിലയുള്ള കൊട്ടാരം പോലൂത്ത ഭവനമല്ല, വിലപിടിപ്പുള്ള വാഹനമല്ല, നിന്റെ മാതാപിതാക്കളെല്ലാം നിന്റെ സ്വത്തും സമ്പാദ്യങ്ങളുമല്ല. അല്ലാഹു ഭൗതിക ലോകത്ത് നിനക്ക് തന്ന കോടിക്കണക്കായ വരുമാന മാർഗങ്ങളെല്ലാം മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അഫ്ളലു മാ യക്നിസുൽ മർഉ വൽ മർഅതു സ്വാലിഹ. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു ഭൗതിക ലോകത്ത് സമ്മാനിച്ച അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വിലമതിക്കാൻ പറ്റാത്ത ഏറ്റവും ഉന്നതമായ അനുഗ്രഹം നിന്റെ സ്വാലിഹത്തായ ഭാര്യ. ഒരുപാട് സഹോദരിമാർ തടിച്ചുകൂടിയ ഒരു സദസ്സായത് കൊണ്ട് തന്നെ ആ ഒരു അനുഗ്രഹത്തെ ഇൻഷാ അല്ലാഹ് ആദ്യമായി പറയാം. അല്ലാഹു ഒരു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വിലമതിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ഡയമണ്ടിനേക്കാളും ഭൗതിക ലോകത്ത് അല്ലാഹു നിനക്ക് സമ്മാനിച്ച സർവ്വവിധ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം നിന്റെ സ്വാലിഹത്തായ ഭാര്യ. ഭാര്യയല്ല, സ്വാലിഹത്തായ ഭാര്യയും കൂടിയാണ്. ഒരു സംഭവത്തിലൂടെ എന്റെ വിഷയത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. മഹാനായ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്ത് ഒരു പിതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ക്രൂരമായി അടിച്ച് മർദ്ദിച്ച് വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് ആ വാപ്പ വരുന്നത് പരാതിയുമായിട്ടാണ്. ഖലീഫ, ഞാനെന്ന് പറഞ്ഞാലും അനുസരിക്കാത്ത, എന്റെ വാക്കുകൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാത്ത, എന്നെ ധിക്കരിക്കുന്ന ഒരു വൃത്തികെട്ട മോനാണ് ഖലീഫ ഈ പൊന്നുമോൻ. അതുകൊണ്ട് നല്ല നിലക്കോനൊന്ന് ഉപദേശിച്ചിട്ട് മര്യാദ കുട്ടനാക്കി എനിക്ക് തിരിച്ചു തരണമെന്ന് ഖലീഫയോട് പൊന്നുമോനെ ഏൽപ്പിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിത ചരിത്രം, ആ ചരിത്രത്തെ കുറിച്ച് കേട്ടാൽ തന്നെ നമുക്കറിയാം, ഉമറിന്റെ രൂപഭാവം കണ്ടാൽ ഭയന്ന് പറക്കാത്ത ആളുകളുടെ കാലഘട്ടത്തുണ്ടായിരുന്നില്ല. ഉമറിന്റെ ശബ്ദ ഗാംഭീര്യം കേട്ടാൽ വിറച്ചു പോകാത്ത ആളുകളുടെ കാലഘട്ടത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് പലരും ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണം നാട്ടിൽ വരണമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഖലീഫയുടെ മുമ്പിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഈ പൊന്നുമോൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഖലീഫ പൊന്നുമോനെ അടുത്ത് വിളിച്ചിട്ട് കുറെ ഉപദേശങ്ങളൊക്കെ അങ്ങ് കൊടുത്തു. മോനോട് പറഞ്ഞു, മോനെ, മാതാപിതാക്കളോടുള്ള ബാധ്യതകളെയും കടപ്പാടുകളെയും കുറിച്ച് ഓരോന്നായി വിശദീകരിച്ചുകൊണ്ട് പറയാണ്, മാതാപിതാക്കളെ ഛ എന്ന ഒരു വാക്കുകൊണ്ട് പോലും ഉപദ്രവിക്കല്ലേ. മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നൂറുകണക്കായ ഉപദേശങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുക്കുക. ഇതെല്ലാം കേട്ട പൊന്നുമോന് മനസ്സിലാക്കി. ഖലീഫയുടെ വാക്ക് കേട്ട് ശരിക്കും മനസ്സിലാക്കിയപ്പോ ഖലീഫയോട് തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ആ പൊന്നുമോൻ ചോദിക്കുകയാണ്. അല്ലയോ ഖലീഫ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. മാതാപിതാക്കൾക്ക് നമ്മൾ ഒരുപാട് കടപ്പാടുകളെയും ബാധ്യതകളെയും ചെയ്തു കൊടുക്കണം. അത് നമ്മുടെ കടപ്പാടാണ്, ബാധ്യതയാണ്. എന്നാൽ എന്റെ വാപ്പക്കും ഉമ്മക്കും എന്റെ മാതാപിതാക്കൾക്ക് എന്നോട് വല്ല കടപ്പാടുകളും ബാധ്യതകളും ഉണ്ടോ ഖലീഫ എന്ന് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പൊന്നുമോന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. വല്ലാത്തൊരു ചോദ്യമായിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചെങ്ങനെയാണ്, മാതാപിതാക്കളുടെ ജീവിതത്തിൽ നമ്മളുടെ മക്കൾ ഒരുപാട് കടപ്പാടുകളെയും ബാധ്യതകളെയും ചെയ്തു കൊടുക്കണം. തിരിച്ച് നമ്മളങ്ങനെ ഭക്ഷണം കൊടുത്ത് നല്ല വസ്ത്രം കൊടുത്തു അവർ പറഞ്ഞതെല്ലാം ചെയ്ത് നമുക്കൊരു കടപ്പാടുകളും ബാധ്യതകളും ഇല്ല എന്നാണ് പലരും വിചാരിച്ചത്. മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പൊന്നുമോന്റെ വാപ്പയെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ടോ ആ പൊന്നുമോന്റെ പ്രിയപ്പെട്ട വാപ്പയോട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടപ്പാടുകൾ. ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വാപ്പയോടൊന്നല്ല, ലോകാവസാനം വരെ കടന്നു വരുന്ന വാപ്പമാരോടാണ് മഹാനായ ഖലീഫ പറയുന്നത്,
എന്റെ പ്രിയപ്പെട്ടവരെ, വളർന്നു വരുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, ഇന്ന് എല്ലാവർക്കുമുള്ള വേജാറും പരാതിയും വിഷമങ്ങളും വെപ്രാളവും അതാണ്. സ്വന്തം പോറ്റിയ, സ്വന്തം തീറ്റിപ്പോറ്റിയ, പൊന്നു പോലെ നോക്കിയ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, മാതാപിതാക്കളെ അടിച്ചു കൊല്ലുകയാണ്, സ്വന്തം കൂടപ്പറപ്പുകളെ തല്ലിക്കൊല്ലുകയാണ്, കൊലപാതകത്തിലൂടെ പ്രിയപ്പെട്ട കുടുംബത്തെ കലാശിപ്പിക്കുകയാ. സ്കൂളിന്റെ പരിശുദ്ധമായ കലാലയങ്ങളുടെ അകത്തളത്ത് പ്രിയപ്പെട്ട പൊന്നുമക്കളുണ്ടല്ലോ, കൂടപ്പറപ്പുകളെ പോലെ ജീവിക്കുന്ന കൂട്ടുകാരായ മക്കളെ അവിടെ നിന്ന് തല്ലിക്കൊല്ലുന്ന ലോകത്ത് മക്കളന്തം വിട്ടങ്ങോട്ട് പോകുമ്പോ മാതാപിതാക്കളാകുന്ന നമ്മളും അന്തം വിടുന്ന അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, ഏത് നിലക്ക് നീങ്ങണമെന്നറിയുന്നില്ല. മക്കളെ ലഹരിയുടെയും മോശത്തരത്തിന്റെയും വേണ്ടാധീനത്തിന്റെയും അടിമകളായി ഭൗതിക ലോകത്ത് സഞ്ചരിക്കുമ്പോ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വാപ്പയോടൊന്നല്ല, ലോകാവസാനം വരെ വരുന്ന വാപ്പമാരോടാണ് ഇത് പറയുന്നത്. വളർന്നു വരുന്ന നിങ്ങളുടെ മക്കളുണ്ടല്ലോ, കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും അടിമകളാകാതെ അല്ലാഹുവിന്റെ ദുനിയാവിൽ ആ പൊന്നുമക്കൾ നിങ്ങൾക്ക് നല്ലത് പറയിപ്പിക്കുന്നവരാവണോ, നല്ലതുപോലെ ജീവിക്കുന്ന മക്കളാവണോ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളെ നാണം കെടുത്താത്ത മക്കളാവണോ. എന്റെ പ്രിയപ്പെട്ടവരെ, കൊലപാതകത്തിലൂടെ കുടുംബത്തിലെ കൂട്ടുഹരണം ചെയ്യുന്നവരവസ്ഥയിലേക്ക് നിങ്ങളുടെ മക്കൾ മാറാതിരിക്കണോ. പെണ്ണിന്റെയും മോശത്തരത്തിന്റെയും അടിമകളാകാതെ അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് നിങ്ങളുടെ പൊന്നോമനകളുണ്ടല്ലോ, നിങ്ങൾക്ക് ഉപകരിക്കുന്ന തണലാവുന്ന തുണയാവുന്ന മക്കളായി മാറാൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വാപ്പയോടൊന്നല്ല, ഈ നിൽക്കുന്ന എന്നോടും ഇരിക്കുന്ന നിങ്ങളോടും ലോകാവസാനം വരെ കടന്നു വരുന്ന വാപ്പമാരോട് പറയുന്ന മറുപടി, അയ്യന്തഖിയ ഉമ്മാ, അയ്യന്തഖിയ ഉമ്മാ. നിങ്ങളുടെ മക്കൾ നന്നാവണോ, ഞാൻ മാർഗം പറഞ്ഞു തരാം. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, എല്ലാം അന്തം വിട്ടു പോകുന്ന ലോകല്ലേ, മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ നിങ്ങൾ കൊടുക്കണം, മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ നിങ്ങൾ കൊടുക്കണം. പെണ്ണ് പൊന്നാകണം. നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവള് സ്വാലിഹത്തായാൽ ഒരു പ്രശ്നവും സംഭവിക്കൂല എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാം. നല്ല പെണ്ണായിരിക്കണം. നിന്റെ ഭാര്യ നല്ല പെണ്ണായാൽ നിന്റെ മക്കളെ രക്ഷപ്പെട്ടു. നിന്റെ ഭാര്യ സ്വാലിഹത്തായ പെണ്ണായാൽ നീ രക്ഷപ്പെട്ടു. നിന്റെ ഭാര്യ സ്വാലിഹത്തായ പെണ്ണാൽ നിന്റെ കുടുംബം രക്ഷപ്പെട്ടു എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാം. എപ്പോഴാണ് മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത്? മക്കൾക്ക് എപ്പോഴാണ് നല്ല ഒരു ഉമ്മ? നമ്മുടെ മക്കൾ നന്നാവണമെന്നുള്ള ആഗ്രഹമില്ലാത്ത ആരുമില്ല. എല്ലാവരുടെയും അമിതമായ ആഗ്രഹം അതാണ്. കൂലിവേളക്ക് പോയി പട്ടാപകൽ 38 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഈ ചൂടിൽ പോലും രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടുപെടുന്നതും, ഗൾഫ് രാജ്യത്ത് പോയി പൊരിവെയിലത്ത് പണിയെടുത്തുകൊണ്ട് അറബിയുടെ ആട്ടും തൂപ്പും കേട്ടുകൊണ്ട് വെനപ്പെടുന്നതും നമ്മുടെ മക്കളൊന്ന് നന്നായി കിട്ടണമെന്നാണ്. ഈ ഒറ്റത്തടി പോറ്റാൻ ഈ റമദാനിൽ നമുക്ക് പാടുപെടേണ്ടതില്ല. എല്ലാ പള്ളികളിലും ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, ടോക്കൺ ഉണ്ട്, ഹോട്ടലിൽ പോയി കഴിക്കാൻ. ഒരു തടി പോറ്റാൻ പണിക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ കഷ്ടപ്പാടുകളും ഈ പ്രയാസങ്ങളൊക്കെ നമ്മൾ സഹിക്കുന്നത് എന്തിനാ? നമ്മുടെ മക്കളൊന്നും നന്നായി കിട്ടണം, അല്ലേ? നിങ്ങളെന്റെ കൂടെ വേണം, അല്ലേ? എല്ലാവരും ആഗ്രഹം, എന്റെ ആഗ്രഹം അങ്ങനെയാണ്. നമ്മൾ ഈ ജോലിക്കാൽ ഒരു തടി പോറ്റാൻ ഈ ദിവസങ്ങളോളം പള്ളിയിൽ ഇരുന്നിട്ട് ആഴ്ചക്കോ അല്ലെങ്കിൽ മാസത്തിനൊരിക്കൽ നാട്ടിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് ഉമ്മമാർ തടിച്ചുകൂടിയ സദസ്സാണല്ലോ. പ്രിയപ്പെട്ട സഹോദരിമാരെ, പലരും ഗൾഫ് രാജ്യത്താണ്. അല്ലാഹു അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. പ്രവാസ ജീവിതത്തിന്റെ സർവ്വ പ്രയാസങ്ങളും അവരുടെ മനസ്സിന്റെ കത്തടത്തിൽ നിന്ന് അല്ലാഹു ഇല്ലായ്മ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ 1 മാസത്തോളം ദുബായിൽ ഉണ്ടായിരുന്നു. പല പ്രവാസികളുടെയും പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മൊഗ്രാലുകാരായ പല സുഹൃത്തുക്കളും എന്റെ ആ കൂട്ടത്തിലുണ്ട്. പലരുടെയും റൂമിൽ പോയപ്പോ അവരുടെ ജീവിതവും അവർ അനുഭവിക്കുന്ന ത്യാഗങ്ങളും, ഉറക്കില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ദിവസത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ
ഒരു നല്ല ഭക്ഷണം പോലും അവർ കഴിക്കാതെ എന്റെ പ്രിയപ്പെട്ടവരെ കിട്ടുന്ന ദിർഹമുകളെ ഒതുക്കി വെച്ച് നാട്ടിലേക്ക് അയക്കുന്ന പ്രവാസികളുടെ ലക്ഷ്യമൊന്നു മാത്രം, ഉസ്താദേ എന്റെ മക്കളൊന്നും നന്നായി കിട്ടണം. പലർക്കും പേടിയാ. എന്നാൽ നിങ്ങളുടെ മക്കള് നന്നാവണോ എന്റെ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ കൊടുക്കണം. എപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടില്ല, ജനനം കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ മക്കളെ LKG-യിലേക്കും മൽബിറിലേക്കും നഴ്സറികളിലേക്കും ചേർത്തതിന്റെ ശേഷമല്ല, നിങ്ങളുടെ മക്കൾക്കൊരു നല്ല ഉമ്മയെ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് പറയുകയാ, തുങ്കഹുൽ മർഅതുൽ അർബഇ ഖിസാൽ, 4 കാര്യങ്ങൾക്ക് വേണ്ടി നിനക്ക് മംഗലം കഴിക്കാമടാ, 4 കാര്യങ്ങൾക്ക് വേണ്ടി നിനക്ക് കല്യാണം കഴിക്കാമടാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, ലിമാലിഹാ, ഒരു പെണ്ണിന്റെ സമ്പത്ത് കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. സമ്പത്തുള്ള ഒരുപാട് സ്വത്തുക്കളുള്ള ഒരു പെണ്ണിനെ കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലി ജമാലിഹാ, ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. സുന്ദരിയായ സുമുഖിയായ അഴകുള്ള ഒരു പെണ്ണിനെ കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വലി ഹസബിഹാ, ഒരു പെണ്ണിന്റെ തറവാട് കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. തറവാടുള്ള ഒരു ആജിയാറുടെ മോളാണ്, വലിയ ദീനബോധമുള്ള വലിയ തറവാടിത്വമുള്ള പെണ്ണാ, ആ പെണ്ണിനെയും കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാലാമതായി മുത്തു റസൂലുള്ള പറയുകയാണ്, വലി ദീനിഹാ, ദീനുള്ള പെണ്ണിനെയും നിനക്ക് തിരഞ്ഞെടുക്കാം. എന്നാൽ നീ തിരഞ്ഞെടുക്കേണ്ട ഈ 4 പെണ്ണുങ്ങളിൽ നിന്നുള്ള പെണ്ണാരാണെന്നറിയോ? നിന്റെ കുടുംബം രക്ഷപ്പെടണോ? നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ തല്ലിക്കൊല്ലാത്ത മക്കളാവണോ? ലഹരിയുടെയും കഞ്ചാവിന്റെയും പെണ്ണിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാകാത്ത, ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും നിനക്ക് നല്ലത് മാത്രം പറയിപ്പിക്കുന്ന മക്കള് വേണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സമ്പത്ത് നോക്കി പെണ്ണിനെ കല്യാണം കഴിക്കല്ലേ. കാരണം എന്ത്? ഒരു രോഗം വന്നാൽ, ബിസിനസ്സിൽ ഒരു നഷ്ടം വന്നാൽ ആ സമ്പത്തൊക്കെയും തീർന്നു പോവുകയാണ്. സൗന്ദര്യമുള്ള പെണ്ണിനെ മാത്രം നോക്കി നീ കല്യാണം കഴിക്കല്ലേ. കാരണം എന്ത്? 2 പ്രസവിച്ചാൽ ആ സൗന്ദര്യത്തിന് മങ്ങലേൽക്കുകയാണ്. തറവാട് നോക്കി നീ കല്യാണം കഴിക്കല്ലേ. എന്തെങ്കിലും അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന പ്രവർത്തനത്തിലൂടെ ഒരു പെണ്ണിന്റെ ജീവിതം അവിടുന്ന് തൊലഞ്ഞാൽ ആ തറവാടിത്വവും നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ നീ തെരഞ്ഞെടുക്കേണ്ട പെണ്ണാരാ? നിന്റെ മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട മുഗ്രാലിൽ ഒരുമിച്ച് കൂടിയവരെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലി ദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ, ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ നീ തെരഞ്ഞെടുത്തു. ദീനുള്ള പെണ്ണിനെ കൊണ്ട് നീ ജീവിതം വിജയിച്ചോ. അല്ലാഹുവിനെ പേടിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, സിനിമ സീരിയൽ റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ തപസ്സരിക്കാത്ത, നിന്നെ ഒരു വാക്ക് കൊണ്ട് പോലും കുത്തി നോയിപ്പിക്കാത്ത, നിനക്ക് കഴിവില്ലാത്തത് കൊണ്ട് നിർബന്ധിക്കാത്ത, നിന്റെ മക്കളെ നീ ചെറ്റക്കൂട്ടയിൽ വളർത്തുന്ന, അല്ലാഹുവിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലികൾ കേൾക്കുമ്പോ വീടിന്റെ അകത്തളത്ത് മുസല്ല വിരിച്ചിരുന്നു കൊണ്ട് പടച്ചവനോട് ഇബാദത്ത് ചെയ്ത് നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല ഒരു പെണ്ണിനെ നീ തെരഞ്ഞെടുത്തു. ഇല്ലെങ്കിലോ തരിബത്തിയതാ, നീ നശിച്ചു പോവുകയാണ്. ദീനില്ലാത്ത ഒരു പെണ്ണിനെ നീ എങ്ങാലും തെരഞ്ഞെടുത്താൽ നീ നശിച്ചു പോകുമെന്ന് മഹാനായ മുത്തു റസൂലുള്ളാഹി. തരിബത്തിയതാകേണ്ട അർത്ഥം എന്താ? മണ്ണ് തിന്നിട്ട് പോകും. അതാണ് താമരശ്ശേരിയിലുള്ള ഒരു പൊന്നുമോൻ സ്വന്തം ഉമ്മാനെ അറുകൊല നടത്തിയത്. ഞാൻ നമ്മളെ കണ്ടില്ലേ? ഒരു പൊന്നുമോൻ തന്റെ അനുജനെയും തന്റെ പ്രിയപ്പെട്ട ഉമ്മയും തന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളെയും കാമുകിയും ഒന്നടങ്കം കൊന്നൊടുക്കി.
ഇതെല്ലാം സംഭവിക്കുന്നതുകൊണ്ടാ. 12 വയസ്സുള്ള പൊന്നുമോൻ ഞാൻ 2 ദിവസത്തിന് മുമ്പ് കണ്ടു. 10 വയസ്സുള്ള കുഞ്ഞുമോൾക്ക് കുഞ്ഞനുജത്തിക്ക് കളിപ്പാട്ടം പിടിച്ച് കളിക്കുന്ന പ്രായത്തിൽ MDM നൽകുകയാണ്. ഏടെത്തി നമ്മുടെ ദിനിയാവ് ആലോചിച്ച് നോക്കിയേ. ഇത് ഏടല്ലോ സ്ഥ, ഇത് കോഴിക്കോട് ജില്ലയിലല്ലേ, ഇത് താമരശ്ശേരിയിലല്ലേ, ഇത് തിരുവനന്തപുരത്തല്ലേ, നമ്മളെ കാസർഗോഡ് ജില്ലയിലും അറിയാത്ത കാര്യങ്ങൾ. കുഞ്ഞാന്ന് പറഞ്ഞു ഒരു മോനെ കുറിച്ച്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് MDM കേസിൽ സ്കൂളിൽ പഠിച്ചു. MDM കഴിക്കുന്നത് മാത്രല്ല കച്ചവടം ചെയ്യാണ്. എന്ത് ശ്രദ്ധിക്കാൻ നേരെയില്ല, ശ്രദ്ധിക്കാൻ തീരെ നേരെയില്ല. ഇവിടെയാണ് ഉമ്മാന്റെ ഏറ്റവും വലിയ പങ്ക് വേണമെന്ന് മഹാനായ മുത്തു റസൂലുള്ളാഹി, അതല്ലേ മഹാനായ നിമിഷക്കവി അഹമ്മദ് ഷൗക്കി പറയാം. യതീമിങ്ങളെ 2 നിലക്കാണ് മക്കൾ. ഇൻഷാ അല്ലാഹ് ഞാൻ 2ാമത്തെ നിയമത്തിൽ പറയാം. 2 നിലക്കുള്ള യതീമിങ്ങളുടെ മക്കൾ. ഒന്നാമത്തെ യതീമാരാ, ഉപ്പ മരിച്ചാൽ യതീമ. പ്രായപൂർത്തിയാവുന്നതിന്റെ മുമ്പ് വാപ്പ മരിച്ചാൽ ആ മക്കൾക്കുള്ള ജീവിതത്തിൽ അവർക്ക് പിന്നെ യതീമിങ്ങളുടെ സ്ഥാനമാണ്. അവർ യതീമികളായി നാളെ പരലോകത്ത് അവർക്ക് ഉന്നതമായ പദവി കൊടുക്കുന്നതാണ്. മറ്റൊരു യതീമും കൂടിയുണ്ട്, അവന് വാപ്പയുണ്ട് ഉമ്മയുണ്ട്. വാപ്പയുമുണ്ട് ഉമ്മയുമുണ്ട്. അങ്ങനെയുള്ള ഒരു യതീമും കൂടി നമ്മുടെ നാട്ടിലുണ്ട്. ആരാ? നിമിഷക്കവി അഹമ്മദ് ഷൗക്കി പറയാണ്, വളർത്താൻ ശ്രദ്ധിക്കാൻ നേരമില്ലാത്ത വാപ്പ. അയാൾ ഇഷ്ടം പോലെ പൈസ അയച്ചു കൊടുക്കുന്നു, മക്കളെ ചോദിച്ച ഐഫോൺ കൊടുക്കുന്നുണ്ട്, ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്, എല്ലാത്തിനും അല്ലെ. മക്കൾ എന്ന് പറഞ്ഞാൽ ജീവനെ പോലെ സ്നേഹിച്ച് അവർക്ക് ഒരു കഷ്ടപ്പാടുകളും അറിയിക്കാതെ ഇവൻ ആരെന്നെങ്കിലും കടം ചോദിച്ചിട്ടായിരിക്കും ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അതാലോചിച്ച് നോക്കിയേ. ശ്രദ്ധിക്കാൻ തീരെ വാപ്പക്ക് നേരെയില്ല, ഇഷ്ടം പോലെ. ഒരു സ്റ്റാൻഡേർഡാണ്. എന്റെ മോന്റെ കയ്യിൽ വലിയ 1.5 ലക്ഷം രൂപയുടെ ഐഫോൺ ഉണ്ട്, 4 ലക്ഷം രൂപയുടെ എൻഫീൽഡ് ബൈക്ക് ഉണ്ട്, വലിയ വിലപിടിപ്പുള്ള വാഹനമുണ്ട്. ഇതൊക്കെ ഒരു പ്രഹസനം പറയാനാണ്. വളർത്താൻ അറിയാത്ത ഉമ്മ മോളവിടെ മൊബൈൽ നിൽക്കുന്നുണ്ട്, മക്കളവിടെ അനാവശ്യം ചെയ്യുന്നുണ്ട്, ഉമ്മാക്ക് സമയം ഇല്ല. ഇങ്ങനെയുള്ള മക്കൾ അവർ സാക്ഷാൽ യതീമിങ്ങളാണെന്ന് നിമിഷക്കവി അഹമ്മദ് ഷൗക്കി പറയാം. ആലോചിച്ച് നോക്കിയേ. അങ്ങനെയുള്ള ലോകത്ത് ഇങ്ങനെ വളരുമ്പോഴാണ് ഈ പല പ്രശ്നങ്ങളും. ഈ അടുത്ത കാലത്തുള്ള എല്ലാവർക്കുള്ള ബേജാറ്, കടബാധ്യതയല്ല, പ്രയാസങ്ങളല്ല, ഇങ്ങനെ ഭൗതിക ലോകത്ത് നമ്മുടെ മക്കളെ നമ്മളെ തല്ലിക്കൊല്ലൂ എന്നുള്ള ഭയമാണ്. കാരണം ലഹരി വ്യാപകമായി കടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒന്നാമത്തെ പങ്ക് വേണ്ടത് പ്രിയപ്പെട്ട ഭാര്യക്കാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ എന്ത് വേണം? നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ, നമ്മുടെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ സ്വാലിഹത്തായ, ഇങ്ങോട്ട് നോക്കി സ്വാലിഹത്തായ ഭാര്യ വേണം. ഞാൻ ചോദിക്കട്ടെ, എത്ര ആൾക്ക് സ്വാലിഹത്തായ ഭാര്യ ഉണ്ടെന്ന് കൈപൊക്കിയേ? ആരും അങ്ങനെ കഴിച്ചിട്ടില്ലേ? ഒരാൾക്കേ ഉള്ളൂ അല്ലെ? 2 ആൾ, 3 ആള് കഴിച്ചില്ല. ബാക്കി ആരും കഴിച്ചിട്ടില്ല. സ്വാലിഹത്തായ ഭാര്യ. എന്താ സ്വാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ? എന്ത് ഉസ്താദ്, നല്ല റമദാനിൽ ഭയങ്കര വിഭവങ്ങളാണ്. നോമ്പ് തുറക്കും ഉഷാറ്, നോമ്പ് മുരിക്കാനും ഉഷാറാണ്, അത്താഴത്തിന് ഭയങ്കര ഓളെ ഫുഡൊക്കെ ഭയങ്കരമാണ്, വസ്ത്രാലിക്ക് തരുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിന് വലിയ പ്രതിഫലമുണ്ട്. ആ ഭാഗത്തൊന്നും കിടക്കുന്നില്ല. നമ്മളെ നോമ്പിന്റെ 10 ഇരട്ടി കൂലിയാണ് ഇരിക്കുന്ന സഹോദരിമാരുടെ നോമ്പിന്. കാരണം എന്താ? 1 രൂപ പോലും ശമ്പളം മാടിക്കാതെ നമ്മുടെ വേലക്കാരികളായി ജീവിക്കുന്ന, സർവ്വത്യാഗങ്ങളും സഹിക്കുന്ന ഉമ്മമാരാണ് നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് നോക്കി. ജീവിതത്തിൽ ആ കത്തല്ല, പിന്നെ നോക്കാൻ മതി. ഇങ്ങോട്ട് നോക്കി. അതിനെ നമുക്ക് അവസാനം നോക്കാം. ജീവിതത്തിൽ ഇന്നേ വരെ നിന്നെ ഛേ എന്ന ഒരു വാക്ക് കൊണ്ട് പോലും നോയിപ്പിക്കാത്ത പെണ്ണാണ്. ഇപ്പൊ കൈവോക്കിയ 2-3 ആൾ പൊക്കിയല്ലേ? ഇപ്പൊ എത്ര ആൾക്കുണ്ട് അങ്ങനത്തെ ഭാര്യ? മുമ്പൊരു ബേജാറാക്കിരണ്ടാ, ഇവിടുത്തെ കഥയല്ല. മുമ്പൊരു വായതിന്റെ സദസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോ എല്ലാരും കൈതാഴ്ത്തി. ഛേ എന്നാരും പറയാതിരിക്കല. ഒരു ബാലക്കാരന് മാത്രം കൈപൊക്കി. ഇങ്ങനെ ഭയങ്കര സംഭവല്ലേ? ജീവിതത്തിൽ എന്റെ ഭാര്യ ഇന്നേ വരെ ഛേ എന്ന് വിളിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ ഉണ്ട്. ഒന്നിരിക്കലോ കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടാവും, ഇത് സംസാരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ വേറെന്തോ വല്ലതുണ്ട്.
ആ മോനോട് വാത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ചോദിച്ച്, എന്താ നിന്റെ ഭാര്യ ഇന്നവരെ ചേ വിളിച്ചിട്ടില്ലേന്ന്. മോൻ പറഞ്ഞു, തരുമോ? വിളിക്കേണ്ടതെല്ലാം വിളിച്ചിരു ഉസ്താദെ, ചേ എന്ന പദം മാത്രം വിളിച്ചിട്ടില്ല. മനസ്സിലായി? ഈ ചിരിക്കാൻ വേണ്ടി പറയുന്നല്ല, നമ്മളെ അവസ്ഥ അങ്ങനല്ലേ. ഈ ചിരിക്കുന്ന ആളെന്നെ പലരും വിചാരിക്കും, ഇത്രയല്ല സങ്കടം വെച്ചിരിക്കുക, ഒരു ചെറിയ ചിരിയെങ്കിൽ എന്റെ മനസ്സിൽ വന്നല്ലോ. ഇങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ. നമ്മുടെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, നമ്മുടെ നാട് നന്നാകണമെങ്കിൽ നാട്ടിൽ ഒരുപാട് പള്ളികൾ ഉള്ളത് കൊണ്ടായില്ല, ആ നാട്ടിൽ ഒരുപാട് മതപ്രഭാഷണം സംഘടിപ്പിച്ചത് കൊണ്ടായില്ല, ആ നാട്ടിൽ ഒരുപാട് പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഉള്ളത് കൊണ്ടായില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മറിച്ച് ആ പണ്ഡിതന്മാരുടെ ഭാര്യമാരും അവരുടെ ഉമ്മമാരും അവരുടെ പെങ്ങന്മാരും ആ നാടിന്റെ വീടിന്റെ അടുക്കളയുടെ അകത്തളത്ത് കഴിയുന്ന പെണ്ണ് എന്നാണോ സംസ്കാര സമ്പന്നളായി മാറുക, അന്ന് ഈ മുഗ്രാൾ എന്ന് പറയുന്ന നാട് നന്നാവുകയാ. അതല്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, നിന്റെ കുടുംബം രക്ഷപ്പെടണോ, നിന്റെ നാട് രക്ഷപ്പെടണോ, നിന്റെ മക്കളെ രക്ഷപ്പെടണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സ്വത്തും സമ്പാദ്യമുള്ളത് കൊണ്ടായില്ല, വലിയ വീടുള്ളത് കൊണ്ടായില്ല, മറിച്ച് ആ വീടിന്റെ അടുക്കളയുടെ അകത്തളത്ത് കഴിയുന്ന പെണ്ണ് നന്നാകണം. അന്ന് നിന്റെ വീടും നിന്റെ നാടും നിന്റെ കുടുംബവും നന്നാവുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, കുടുംബ ജീവിതത്തിന്റെ വിജയത്തിന് നിദാനമായ പ്രധാനപ്പെട്ട ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? നിന്റെ ഭാര്യ രക്ഷപ്പെടലാ, നിന്റെ ഭാര്യ രക്ഷപ്പെടലാ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാ. അപ്പൊ ആണുങ്ങളെ പണി എന്താ? നമുക്ക് എപ്പോഴും നമ്മുടെ ഭാര്യമാരെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. മക്കളെ നന്നാക്കുന്നതിന്റെ മുമ്പ് പല പ്രഹസനങ്ങളും, നാട് മുഴുവനും മക്കളെ കുറിച്ച് കിംവദന്തികളും അനാശാസ്യതകളും കേൾക്കുമ്പോ ഒന്നാമതായി ഭാര്യയോട് നല്ല ഉപദേശം കൊടുക്ക്. കാരണം മക്കൾ മുഴുവനും കൺട്രോളിലുള്ളത് ഭാര്യയുടെ കീഴിലാണ്. അതുകൊണ്ടാണ് ഭാര്യ വലിയ നിഅമത്തായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പർവ്വതീകരിച്ചത്. അതുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവർ, ഒരു ആണായി എന്നെ പോലൂത്ത നിങ്ങളെ പോലൂത്ത ആളുകളോട് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് പറയാം. ഇവിടെ ഇൽമിന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കേണ്ടത് ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളല്ല, ഇവിടുത്തെ പള്ളി പരിപാലിക്കേണ്ടത് ഇവിടുത്തെ പെണ്ണുങ്ങളല്ല, ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടേണ്ടത് ഇവിടുത്തെ പെണ്ണുങ്ങളല്ല. എന്റെ പ്രിയമുള്ളവരെ, ഇവിടുത്തെ ജീവകാരുണ്യ മേഖലകളിൽ ഈ നാട്ടിലുള്ള പാവപ്പെട്ട ഒരു പെണ്ണിന്റെ കണ്ണീരൊപ്പാനും, ഈ നാട്ടിലുള്ള ഒരു വിധവയുടെ വീട്ടിലേക്ക് ഭക്ഷണ പൊതിയെത്തിക്കാനും പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരുപാട് കിറ്റുകൾ എത്തിക്കുന്നുണ്ടല്ലോ. ആ പാവപ്പെട്ടവർക്കുള്ള അവകാശം എത്തിക്കാൻ പെണ്ണിനോട് അങ്ങനെയുള്ള ഉത്തരവാദിത്വമില്ല. നാളെ പടച്ചവന്റെ ലോകത്ത് നമ്മളെ പിടിച്ചു ചോദ്യം ചെയ്യും. എന്താടാ നീ പള്ളി പരിപാലിക്കാത്ത? എന്തടാ നീ സാമൂഹിക മേഖലകളിൽ ഇടപെടാത്തത്? എന്തടാ നിന്റെ നാട് ഭരിക്കാൻ വേണ്ടി നിനക്ക് അർഹതയുണ്ടായിട്ടും നീ അതിൽ അധികാര കൊതിയില്ലാതെ ഏർപ്പെടാത്തത്? പല ചോദ്യങ്ങളും പടച്ചവന്റെ പക്കൽ നിന്നുണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതും അതാണ്, കുല്ലുക്കും റായിൻ വ മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാ. ഈ വാള് പറയുന്ന അബ്ദുൽ കരീം ഫൈലി ഉണ്ടല്ലോ, എനിക്കൊരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. SKSFന്റെ മേഖലാ നേതാക്കൾക്കുണ്ടല്ലോ ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇവിടുത്തെ പള്ളി പരിപാലിക്കേണ്ടത്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകേണ്ടതും മെമ്പറാകേണ്ടതും, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടേണ്ടത് മുഴുവനും ഇവിടുത്തെ പുരുഷന്മാരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു പെണ്ണിനെ കുറിച്ച് അവളെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുകയാ, വൽ മർഅതു റായിയാ വ മസ്ഊലത്തുൻ അൻ അഹ്ലി ബൈതി സൗജിഹാ വ വലദിഹി. എന്റെ ഈ വിജ്ഞാന സദസ്സിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുകയാ. പെണ്ണെ, നീ പള്ളി പരിപാലിക്കേണ്ടവളല്ല, ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടേണ്ടവളല്ല, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാകേണ്ടവളും പ്രസിഡന്റ് ആകേണ്ടവളും നീയല്ല. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനുള്ള അധികാരം നിന്നെ പടച്ച റബ്ബ് ഏൽപ്പിച്ചിട്ടില്ല. പെണ്ണെ, നിന്നോട് പടച്ചവന് നാളെ അവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ
ഒരു കാര്യം ചോദിക്കാതെ ഉണ്ടല്ലോ നീ എടുത്തു വെച്ച കാൽപാദം നിന്നെ ചലിപ്പിക്കാൻ അനുവദിക്കൂല മോളെ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുകയാ, പടച്ചവനെ നാളെ നിന്റെ നിസ്കാരത്തിന്റെ മുമ്പും ഖുർആനോത്തിന്റെ മുമ്പും നോമ്പിന്റെ മുമ്പും നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സർവ്വ സുഹൃതങ്ങളുണ്ടല്ലോ, അതിന്റെ മുമ്പ് പടച്ചവന്റെ ലോകത്ത് നിന്നോട് പിടിച്ചു നിർത്തി നിന്റെ കാൽപാദം അനക്കാൻ പോലും വിടാതെ അള്ളാഹുവിന്റെ ലോകത്ത് നിന്നോട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? അള്ളാന്റെ റസൂല് പറയുകയാണ്, വമസ്ഊലത്തുൻ അൻ അഹ്ലി ബൈതി സൗജിഹാ വവലദിഹി. നിന്റെ മക്കളെ ലഹരിയുടെ അടിമയായിട്ടുണ്ടോ? നിന്റെ മക്കളെ തമ്മാടികളായിട്ടുണ്ടോ? നിന്റെ മക്കളെ നീ എങ്ങനെയാ വളർത്തിയത്? അവർ നിസ്കരിച്ചിട്ടുണ്ടോ? ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ? മാതാപിതാക്കളെ അനുസരിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിന്റെ ഭർത്താവിനെ നീ അനുസരിച്ചിട്ടുണ്ടോ എന്ന് നിന്റെ നിസ്കാരത്തിനേക്കാളും ഇബാദത്തുകളെക്കാളും പടച്ചവന്റെ ലോകത്ത് ആദ്യമായി ഇത് ചോദിക്കാതെ നീ വെച്ച കാൽപാദം ചലിപ്പിക്കാൻ പോലും അള്ളാന്റെ ലോകത്ത് നിന്നെ അനുവദിക്കൂല എന്ന് ഇന്നേ വരെ കള്ളം പറയാത്ത ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നബി മുഹമ്മദ് മുസ്തഫ സലാത്തുൻ ഉഷാറായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ആലോചിച്ച് നോക്കിയേ, അതുകൊണ്ടാണ് പെണ്ണിന് ഈ സ്ഥാനമൊക്കെ കൊടുത്തത്. വെറുതെ അല്ല. ഒരു പുരുഷനെ ഇപ്പൊ ഞാനായാലും ഏതൊരു ആലിമായാലും ഏതൊരു സാദാത്തായാലും ലോകമറിയപ്പെട്ട പണ്ഡിതനാവട്ടെ, നാളെ സ്വർഗത്തിലേക്ക് പോണെങ്കിൽ ഉമ്മാന്റെ കാൽപാദം സ്പർശിക്കണം. പെറ്റുമ്മാന്റെ കാൽപാദം സ്പർശിക്കാതെ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഒരു സ്വഹാബി വന്ന് ചോദിച്ചല്ലേ, നബിയേ ഞാൻ ആർക്ക് ഗുണം ചെയ്യണം? 3 പ്രാവശ്യം പറഞ്ഞു, ഉമ്മുക്ക നിന്റെ ഉമ്മാക്ക്, പിന്നെയും ഉമ്മാക്ക്, പിന്നെയാണ് അബൂക്ക നിന്റെ വാപ്പ. 75% ഉമ്മാക്ക് നിങ്ങൾ സേവനം ചെയ്യണമെന്ന് പറഞ്ഞത് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേനും മൊബൈൽ കൊടുത്തേനല്ല. അങ്ങനെ വളർത്തണം. അങ്ങനെ വളർത്തുന്ന ഉമ്മക്കാണ് ഇത്രയും വലിയ പ്രതിഫലമുള്ളത്. നാളെ മക്കള് വഴിപിഴച്ചു പോയാലും നന്നായാലും പടച്ചോന്റെ ലോകത്ത് 95% മക്കളുടെ കാര്യത്തിൽ ചോദിക്കുന്നത് ഉമ്മമാരും. അത് 2ാമത്തെ നിയമത്തിൽ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ഗൗരവമുള്ളതാണ്. കാരണം പെണ്ണിന് എന്തും കഴിയും. ലോക ചരിത്രം നോക്കിയാൽ തന്നെ അങ്ങനെയല്ലേ. രാഷ്ട്രീയ മേലാളന്മാരെ അധികാര കസേരയിൽ നിന്ന് താഴോട്ടിറക്കാൻ കഴിവുള്ള പെണ്ണ്, അല്ലാഹുവിന്റെ പള്ളിയിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പണ്ഡിതനായ മനുഷ്യന്റെ മനസ്സിളക്കി വിട്ട് പൈശാചിക ബാധ ഏൽപ്പിച്ച് ദുർമന്ത്രവാദങ്ങൾ മുഴക്കി വിട്ട് നരകത്തിന്റെ കണൽകട്ടകളാക്കി മാറ്റാൻ കഴിവുള്ള പെണ്ണ്, ഈ സമുദായത്തിന്റെ പള്ളിക്കകത്ത് നെറ്റിത്തടം വെച്ച് പൊട്ടിക്കരയാ മിതിക്കപ്പെട്ട ആയിരക്കണക്കായ 10,000 യുവകോമളന്മാരെ കണ്ണ് കാണിച്ചുകൊണ്ട് നഗ്നമേന് കാണിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ കഴിവുള്ള പെണ്ണ്. എന്റെ പ്രിയപ്പെട്ടവർ, എത്ര വലിയ സ്ഥാനത്തിലായാലും ഒരു പെണ്ണിന് ഒരു സെക്കൻഡിന്റെ പണിയാണ് കഴിയും. എത്ര രാഷ്ട്രീയക്കാർ തകർന്നുപോയി. എത്ര വലിയ അധികാരികളും ഭരണാധികാരികളും ഒരു പെണ്ണ് കേസിൽ അകപ്പെട്ട് ഇല്ലാതെയായി പോയി. ആലോചിച്ച് നോക്കിയ പെണ്ണിന് കഴിയും. ഒരു ഉമ്മ നന്നായാൽ, ഒരു ഉമ്മ മോശപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാം. ഒരു ഭാര്യ നന്നായി, നീ കെട്ടിക്കൊണ്ടുവന്ന ഒരു ഭാര്യ മോശപ്പെട്ടു, എന്ത് സംഭവിക്കുമെന്ന് 2 ഭാര്യമാരെ കുറിച്ച് അള്ളാന്റെ ഖുർആൻ പറയാം. അള്ളാന്റെ ഖുർആൻ പറയുന്ന 1ാമത്തെ ഭാര്യ ഒരു മോശപ്പെട്ട ഭാര്യ. ആരാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ? ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചെടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, വിശുദ്ധ ഖുർആൻ പറയുകയാ, ളറബല്ലാഹു മസലൽ ലില്ലദീന കഫറു ഇംറാഅത നൂൻ ഇംറാഅത ലൂത്ത് കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹീൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖുലൻ നാറ മഅദ് ദാഖിലീൻ. കുറേ വിശദീകരിക്കാൻ കുറേയുണ്ട്. ഈ ആയത്തിന്റെ രത്ന ചുരുക്കം പറയാണ്. എന്തെന്നറിയോ? ഒരു വാപ്പ എത്ര വലിയ ഉയർന്ന പദവിയിലുള്ള ആളായാലും, ഒരു വാപ്പ എത്ര നല്ല ആളായാലും, ഉമ്മ മോശപ്പെട്ടാൽ മക്കൾ വഴിപിഴക്കുമെന്ന് ഖുർആൻ പറയാം. മക്കൾ വഴിപിഴക്കാൻ ഉമ്മ മോശപ്പെട്ടാൽ. വാപ്പ എത്ര വലിയ ആളായിട്ട് കാര്യമില്ല.
ആരെ കുറിച്ചാണ് എന്റെ പ്രിയപ്പെട്ടവർ ഇത് പറയുന്നതെന്നറിയോ? എന്നെ പോലൂത്ത നിങ്ങളെ പോലൂത്ത സാധാരണക്കാരനായ ഒരു വാപ്പയെ കുറിച്ചല്ല ഈ പറയുന്നത്. മറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ 950 വർഷങ്ങളോളം ദീൻ പ്രബോധനം നടത്തിയ 1050 വർഷങ്ങളോളം അല്ലാഹുവിന്റെ ദുനിയാവിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ സൗഭാഗ്യം ലഭിച്ച താജുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെട്ട അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ശൃംഖലയിൽപ്പെട്ട ഉല്ലസ്മകളിൽപ്പെട്ട അഗ്രഗണ്യന്മാരായ 5 പ്രവാചകന്മാരിൽപ്പെട്ട മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയെ കുറിച്ചാണ് ഈ പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യക്ക് നന്നാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം എന്തേ? ഒരുപാട് കൊല്ലം കൂടെ കിടന്ന പെണ്ണാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ജീവിച്ച പെണ്ണാണ്. എന്നിട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഭാര്യക്ക് നന്നാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പോലും ആ പെണ്ണ് നന്നായില്ലല്ലോ. ആ പെണ്ണ് വഴിപിഴച്ചു പോയല്ലോ. ആ പെണ്ണ് വഴിപിഴച്ചു പോട്ടെ, അവളുടെ വിഷയമല്ല ഖുർആന് പറയുന്നത്. ആ പെണ്ണ് വഴിപിഴക്കലോടുകൂടെ, ആ ഭാര്യ വഴിപിഴക്കലോടുകൂടെ സ്വന്തം ഒരു പ്രിയപ്പെട്ട പൊന്നുമോര് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തങ്കക്കുടമാകുന്ന കന്നാൻ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പൊന്നുമോനെയും തന്റെ മതത്തിലേക്ക് ചേർക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കന്നാനിനെയും ആ പെണ്ണ് വഴിപഴപ്പിക്കുകയാണ്. അതല്ലേ നൂറ്റാണ്ടുകൾ കഴിയുമ്പോ ചരിത്രം വിശാലമാണ്. ആ ഭാഗത്തോട്ട് ഞാൻ കിടക്കുന്നില്ല. 950 കൊല്ലങ്ങളോളം ദീൻ പ്രബോധനം നടത്തിയപ്പോ അല്ലാഹുവിന്റെ ഖുർആന് പറഞ്ഞതുപോലെ ഇല്ലാ ഖലീലം മിന്നും ചുരുങ്ങിയ പേര് മാത്രം അവരുടെ കൂട്ടത്തിൽ വിശ്വസിച്ചപ്പോ മനം മടുത്തുപോയി, സൈകെട്ടുപോയി. അവസാനമായി തന്റെ സമൂഹത്തിനെതിരായി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോ ജൂദി എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കപ്പലുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞപ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലുണ്ടാക്കുകയാണ്. കപ്പലിന്റെ പണി പൂർത്തിയായപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളം ഇങ്ങനെ തൂഫാന് വരികയാണ്. ലോകമാസകലം ഇവിടെ ഭൂചലനം ഉണ്ടാവുകയാ. വെള്ളം പൊങ്ങി വരികയാ, തൂഫാൻ ഉണ്ടാവുകയാ. അവിശ്വാസികൾ മുങ്ങിച്ചാവുകയാണ്. പലരും പർവ്വതം ആശ്രയിച്ചുകൊണ്ട്, കപ്പലാശ്രയിച്ചുകൊണ്ട് ഓടി വരുമ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു രംഗം കാണുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു രംഗം കാണുകയാ. എന്തെന്നറിയോ? സ്വന്തം തന്റെ ബീജത്തിൽ നിന്ന് പിറന്ന പൊന്നുമോൻ, തന്റെ തങ്കക്കുടമുണ്ടല്ലോ കന്നാൻ എന്ന് പറയുന്ന പൊന്നുമോന് ഓടി വരികയാ. പർവ്വതം ആശ്രയിച്ച് ഓടി വരുമ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സഹിക്കാൻ പറ്റിയില്ല. ഭാര്യ വഴിപിഴപ്പിച്ചവനെന്നറിയാ, ഭാര്യ തന്നെ മതത്തിലേക്ക് ചേർത്തവനെന്നറിയാ. പ്രിയപ്പെട്ട പൊന്നുമോനല്ലേ, സ്വന്തം ബീജത്തിൽ നിന്ന് പിറന്നവനല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുങ്ങിച്ചാകുന്ന മകനെ കാണുമ്പോ വിളിച്ചുകൊണ്ട് പറയാ, യാ ബുനയ്യർകം മാനാ, മുങ്ങിച്ചാകല്ല മോനെ, മുങ്ങിച്ചാകല്ലടാ, കപ്പലുണ്ടടാ, വന്ന് കയറടാ, ഈ കപ്പലിൽ വന്ന് രക്ഷപ്പെടോടാ എന്നാ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോന് വാപ്പയോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? വാപ്പാ, ഞാൻ മരിച്ചാലും പ്രശ്നമല്ല, വാപ്പാ ഞാൻ മുങ്ങിച്ചെത്താലും സാരമല്ല വാപ്പാ, എനിക്കൊരു പ്രശ്നമേ ഇല്ല വാപ്പാ. എന്റെ ഉമ്മ നിങ്ങളെ മോശപ്പെട്ടവനാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വാപ്പാ, നിങ്ങളെ തമ്മാടിയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വാപ്പാ, നിങ്ങളെ പഴച്ച മതക്കാരനാണ്, നിങ്ങളെ ദുർമന്ത്രവാദക്കാരനാ, നിങ്ങളെ മോശപ്പെട്ടവനാണെന്ന് എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയുണ്ടല്ലോ ഒരു പ്രവാചകന്റെ മകനോട് പഠിപ്പിക്കുമ്പോ ആ പൊന്നുമോന് പറയാണ്, ഞാൻ മുങ്ങിച്ചെത്താലും സാരമില്ല, സാവീ ഇലാ ജബലി യഅ്സിമുനി മിനൽ മാ. നിങ്ങളുള്ളത് ചെറിയ ഒരു ജൂദി പർവ്വതത്തിലല്ലേ, ആ പർവ്വതത്തിനേക്കാൾ ഉയരമുള്ള എത്രയോ പർവ്വതങ്ങൾ ഇവിടെയുണ്ട്, ആ പർവ്വതത്തിലേക്ക് കയറി ഞാൻ രക്ഷപ്പെടാമെന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ പറയാൻ ഒരു വാപ്പയോട് പ്രേരിപ്പിച്ചതാരാ? ഒരു ഉമ്മയാണ്, ഒരു ഉമ്മയാണ്. ഒരു ഉമ്മാക്ക് എന്ത് കഴിയും? മക്കൾ ഉമ്മാന്റെ കൂടെ, വാപ്പാന്റെ കൂടെ ഇല്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ,
ഉമ്മാന്റെ മടിത്തട്ടാണ് മക്കളുടെ ആദ്യത്തെ പാഠശാല എന്ന് പറഞ്ഞത്. ലോകത്തിന്റെ ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ ഗുരുവാര ഖുർആൻ പോലും പറഞ്ഞത് അതാണ്. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതു ബിഇദ്നി റബ്ബി വല്ലദീ ഖബുസ ലാ യഖ്റുജു മിന്നു ഇല്ലാ നകിദാ. അതാണ് പെണ്ണിന് അത്രയും സ്ഥാനം കൊടുത്തത്. നല്ല മടിത്തട്ടിൽ നിന്നേ നല്ല മക്കൾ വളരുള്ളൂ. ഉമ്മാന്റെ മടിത്തട്ട് നന്നായാൽ എപ്പോഴും മക്കൾക്ക് വാപ്പയെ കുറിച്ച് നല്ലതേ പറഞ്ഞു കൊടുക്കണം. ഇന്ന് മക്കൾ ഏറ്റവും കൂടുതൽ വഴിപഴക്കാൻ എന്റെ മൊഗ്രാലിലെ ഉമ്മമാരെ കാരണമെന്ത്? വാപ്പയെ കുറിച്ച് നെഗറ്റീവ് പറയാ. നിങ്ങൾ ചോദിച്ചു നോക്കിയാ അല്ലേ? നെഗറ്റീവ് പറയാണ്. പുല്ല് വിലയാ. വാപ്പാനെ ഒരു പുല്ലായി വാപ്പ ഒന്നുമല്ലാത്ത രീതിയിൽ തള്ളിക്കളഞ്ഞിരിക്കുക. ആലോചിച്ച് നോക്കിയ അല്ലേ? വാപ്പ എത്ര മോശപ്പെട്ടവനാ മോനെ. കൂട്ടോട്ടെ. വാപ്പ എത്ര മോശപ്പെട്ട മനുഷ്യനായാലും, വാപ്പ എത്ര വലിയ ധിക്കാരിയായാലും, മക്കളുടെ മുമ്പിൽ വാപ്പയുടെ ഒരു കുറവ് പോലും നിങ്ങൾ പറയരുത്. ഈ അടുത്ത കാലത്ത് ഒരു സിനിമാ നടന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. അയാൾ പറയാണ്, എനിക്കിന്ന് 78 വയസ്സാ, എന്റെ മക്കൾക്ക് 52 54 വയസ്സാണ്. എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പോലും ഭയക്കാണ്. അവർക്ക് പണ്ടേ പേടിയാ. അതെന്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് തന്ന ഒരു ഭിക്ഷാടനമാണ്. എന്റെ ഭാര്യ എനിക്ക് തന്ന ഒരു നിയമത്താണ്. കാരണം എന്താ? ഞാൻ എത്രയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ എത്രയോ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ ഭാര്യ എന്റെ മക്കളോട് എന്നെ കുറിച്ച് നല്ലതേ പറഞ്ഞു. ഇത് നമ്മൾ അടിപിടി കൂടുന്ന എവിടെ? മക്കളെ മുമ്പ് ഒന്ന് തുടങ്ങി നോക്കുവോടെ കുറവ്. നിന്റെ 150 പറയാണ്ടോ? നിങ്ങൾ പണ്ട് അങ്ങനെ ആക്കിയിട്ടില്ലേ, നിങ്ങൾ ഇങ്ങനെ ആക്കിയിട്ടില്ലേ അല്ലേ? മക്കളെന്താ പറയും? നിങ്ങൾ പണ്ട് കഞ്ചാവ് അടിച്ചിട്ടില്ലേ, നിങ്ങൾ രാത്രി വന്നുണ്ടായ 3 മണിക്ക്, നിങ്ങൾ ചെയ്യാത്ത തമ്മാടി, ഈ മോൻ ചെയ്ത ഇത്ര ചെറിയ വിഷയം നിങ്ങൾക്ക് വലിയ വിഷയം, നിങ്ങൾ എന്തൊക്കെ ചെയ്തിന്? നിങ്ങളുടെ കൂട്ടുകാരോ അടിച്ചു പൊളിച്ച് സിനിമ കണ്ടില്ലേ, പെണ്ണിന്റെ അടുത്ത് പോയില്ലേ? ഇങ്ങനെ പറയുമ്പോ മോനി വാപ്പ അങ്ങനെ ആക്കിരി. എന്നാലും വാപ്പാന്റെ കുഞ്ഞല്ലേ ഞാൻ, എന്റെ ഡബിൾ എനിക്കാക്കണം, അടിച്ചു പൊളിക്കണം, ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് മക്കൾ വിലയിരുത്തി സീലടിച്ചു. ആ മക്കൾ നന്നാവോ? ആലോചിച്ച് നോക്കിയ. മക്കളോട് വാപ്പയെ കുറിച്ച് എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളായിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ നല്ല ആളല്ല നിനക്കറിയാം, അയാൾ അംഗീകരിക്കാൻ നിന്നെ കൊണ്ട് കൊള്ളാം അറിയാം, അയാളും അത്ര നല്ല മനുഷ്യനാണ്. അതുകൊണ്ടായിരിക്കും ഈ നെഗറ്റീവ് ഒക്കെ പറയുന്നത്. പക്ഷെ ഇതിനെയൊക്കെയും സഹിച്ച് മക്കളോട് വാപ്പയെ ഒരു റോൾ മോഡലാക്കി കൊടുത്താൽ, മക്കളുടെ മനസ്സിൽ വാപ്പ എന്ന് പറയുമ്പോ സന്തോഷത്തിന്റെയും പേടിയുടെയും ഒരു യജമാനനാക്കി മാറ്റിവെച്ചാൽ, നിങ്ങൾ നോക്ക്, വളർന്നു വരുന്ന മൊഗ്രാലിന്റെ ഒരു തലമുറ പോലും വഴിപിഴക്കൂല. തീർച്ചയായും അതല്ലേ ഖുർആൻ മറ്റൊരു ആയത്ത് പറയാണ്. ഒരു നല്ല പെണ്ണിനെ കുറിച്ച്, നല്ല ഭാര്യയെ കുറിച്ച് പറയാണ്. ആരാണ് ആ നല്ല ഭാര്യ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫലമ്മാ ബലഗ മഅഹു സയ്യ ഖാല യാ ബുനിയ ഇന്നി അറാ ഫിൽ മനാം അന്നി യദ്ബഉക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അല്ലാഹുവിന്റെ ഖുർആൻ ആ ഉമ്മയെ പഠിപ്പിക്കുകയാണ്, ആ വാപ്പയെ പഠിപ്പിക്കുകയാ. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിന്റെ മണൽത്തരികളിൽ നിന്ന് ഗൈരി ദീസർ എന്ന് പറയുന്ന വിശേഷിപ്പിക്കപ്പെട്ട വിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ച ഒരു വാപ്പ. ആരാണ് ആ വാപ്പ എന്നറിയോ? മഹാനായ നബിയുനാ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഭാര്യയും മോനെയും അവിടെ ഇറക്കി വിട്ടു. പറഞ്ഞു, ഞാൻ പോകുന്നു. ഗൈരി ദീസർ എന്ന ഒരു പുൽച്ചെടി പോലില്ലാന്ന് അവിടെ. മക്കയിലേക്ക് പോയ ആൾ ഈ സദസ്സിലില്ലേ? പറയും മനുഷ്യന്മാരില്ലേ? അള്ളാഹു പോകാത്തവർക്ക് പോകാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ. പോയവർക്ക് ഇനിയും കുടുംബസമേതം അവിടെ എത്തിപ്പെടാനുള്ള തൗഫീക്ക് നൽകട്ടെ. മക്ക കാണാത്തവന്റെ ജീവിതം വേസ്റ്റ്. ഒരിക്കൽ കാണും. ഒരാൾ പറയും, ഉസ്താദേ വയസ്സായിട്ടില്ലല്ലേ, വയസ്സായ ശേഷം ബടി പോലാവും, പോയിട്ട് ഒരു കാര്യമില്ല. ആഫിയത്തുള്ള ആരോഗ്യമുള്ള കാലത്തിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരെയും അല്ലാഹു കഅബ കാണിക്കാതെ, അല്ലാഹു മുത്തുനബിയുടെ റൗള കാണിക്കാതെ മരിപ്പിക്കല്ല റബ്ബേ. ആ തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. കഅബാലയത്തിലേക്ക് പോയവർക്കറിയാം എത്ര തിരക്കവിടെ.
എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കഅബാലയത്തിന്റെ ചാരത്തുള്ള വിശുദ്ധമായ ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി 4ഉം 5ഉം പ്രാവശ്യം പോയ ആൾക്ക്, ഉംറക്ക് പോയ ആൾക്ക് കഴിഞ്ഞിട്ടില്ല. അതൊരു തൗഫീഖാ. എന്റെ പ്രീതി തിങ്ങിയ അല്ലെ, ബത്താഫിൽ പോലും തവാഫ് ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പാതിരാത്രി സമയം നോക്കിയാലും എപ്പോൾ നോക്കിയാലും ജനസാഗര, സെക്കൻഡുകൾ ഒഴിവാവാതെ അണമുറിയാതെ ആളുകളാണ്. പക്ഷെ ഒരു കാലത്ത് അങ്ങനെയായിരുന്നില്ല കഅബാലയം. എന്റെ പ്രിയപ്പെട്ടവരെ, ആരില്ല, ജനനിബിഡമായ ഒരു പ്രദേശമായിരുന്നു. ഒരു മനുഷ്യരും അവിടെ ഇല്ല. എപ്പോഴെങ്കിലും ഒരു യാത്രക്കാരിങ്ങനെ കടന്നു വരും, ആരെങ്കിലും വരും. ഒന്നുമില്ലാത്ത, പൊളിഞ്ഞിടിഞ്ഞു വീണു പോയ, ശൂന്യതയുള്ള, ജനമില്ലാത്ത, ജനനിബിഡമില്ലാത്ത വിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഭാര്യയോടും മോനോട് ഇസ്മായിലിനോട്, ഞാൻ പോകുന്നു. ഇടയ്ക്ക് ചോദിച്ചു, റബ്ബനാ അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദർ ഇൻദ ബൈതികൽ മുഹറം. ഞാൻ അല്ലാഹുവിന്റെ അടുത്ത് പോകുന്നുണ്ട്, പടച്ചവനോട് ദുആ ചെയ്തു, പടച്ചവൻ ഞാൻ നിന്റെ അടുത്ത് വരാം. ഓരോ രണ്ടാളെ ഇറക്കി വിട്ടിട്ട് പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും പ്രിയപ്പെട്ട ഇസ്മായിൽ മാത്രം താമസിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരിക്കൽ വാപ്പ വരും, നോക്കും, ജസ്റ്റ് 1-2 ദിവസം നിൽക്കും, പോകും. ഇപ്പൊ ഗൾഫിൽ പോയ ആൾ തന്നെ പലരും പറയാറുണ്ട്, ഉസ്താദേ ഞാൻ കുഞ്ഞ് ജനിച്ചിരുന്ന 6 മാസം പോയി, 2.5 വർഷം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ എന്റെ കുഞ്ഞ് എന്നെ കാണുമ്പോ ഭയക്കാണ്, പേടിക്കാണ്, പരിചയമില്ല, അടുത്ത് വരുന്നില്ല. പലരെങ്ങനെയാണ് പറയുന്നത്. എപ്പോഴെങ്കിലും ഒരിക്കൽ വന്നിട്ട് 6 മാസത്തിനോ 8 മാസത്തിനോ ഒരിക്കൽ വന്നിട്ട് വാപ്പ ഇങ്ങനെ നോക്കും, ജസ്റ്റ് വിസിറ്റ് ചെയ്യും, നേരെ തിരിച്ചു പോവും. അങ്ങനെയുള്ള വാപ്പയാണ് ഒരു ദിവസം വന്ന് പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയുന്നത്, ഉമ്മാന്റെ തണലിൽ മാത്രം വളർന്നു പോയ, വാപ്പാന്റെ പരിപാലനയില്ലാത്ത, വാപ്പാന്റെ ശരിക്കും പരിചയം പോലും ഇല്ലാത്ത പ്രിയപ്പെട്ട പൊന്നുമോനോട് ഒരു ദിവസം വന്ന് വാപ്പ പറയുകയാണ്, പൊന്നുമോനേ, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബൗക ഫൻദുർ മാദാ തറാ. പൊന്നുമോനെ, നിന്നെ അറുക്കണമെന്ന് പടച്ചവന്റെ തീരുമാനമുണ്ടടാ. അള്ളാന്റെ സ്വപ്നമുണ്ട് പൊന്നുമോനെ. ഞാൻ അള്ളാഹുവിന്റെ സ്വപ്നം കണ്ടിട്ടാ വന്നത്, തീരുമാനം അറിയിക്കാനാ വന്നത്. നിന്നെ അറുക്കണമെന്നുള്ള കൽപ്പനയുണ്ടടാ. ഫൻദുർ മാദാ തറാ. എന്താ നിന്റെ അഭിപ്രായം? നിങ്ങളെ മക്കളോട് പോയിട്ട് ഇന്ന് ചോദിക്കലോ, മോനെ ഞാൻ റമദാൻ 1 ഞാൻ വെള്ളിയാഴ്ച രാത്രി ഉണ്ടല്ലേ, നിന്നെ അറക്കണോ എന്ന് കിനാവണ്ടേ? ഓൻ പറയൂ, ഷാബാൻ 15 നിങ്ങളെ വെടിവെച്ചിട്ട് കൊല്ലണോ, ഞാൻ കിനാവണ്ടേ പാപ്പ കൊല്ലമാന്ന് ചോദിക്കും. അനുസരിക്കോ ഇന്നത്തെ മക്കള്? അല്ലെങ്കിൽ നമ്മളെ ഓളെന്നെ കശാപ്പാക്കും. അങ്ങനത്തെ അവസ്ഥയാണ്. ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് വാപ്പ ചോദിക്കുമ്പോ പൊന്നുമോന് പറയുകയാ, പ്രിയപ്പെട്ട പൊന്നുമോന് പറയുകയാണ്, വാപ്പാ, വാപ്പാന്റെ പരിപാലനയില്ലാത്ത, വാപ്പാന്റെ ശരിക്കും പരിചയം പോലും ഇല്ലാത്ത, ഖുർആന് പറഞ്ഞതുപോലെ 2.5 വർഷം പ്രായമേ ഉള്ളൂ ആ പൊന്നുമോന്. മറ്റൊരു അഭിപ്രായ പ്രകാരം 7 വയസ്സുള്ള പൊന്നുമോനോടാണ് വാപ്പ വന്ന് ചോദിക്കുന്നത്, നിന്നെ അറുക്കണമെന്ന് പടച്ചവന്റെ കൽപ്പനയുണ്ടടാ, അള്ളാഹുവിന്റെ തീരുമാനമുണ്ടടാ, നിന്റെ അഭിപ്രായം എന്നോടൊന്ന് പറയൂ എന്ന് ചോദിക്കുമ്പോ ആ പൊന്നുമോന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ ബതിഫൽ മാ തുമർ സതദ്നി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. വാപ്പാ, അള്ളാന്റെ കൽപ്പനയല്ലേ വാപ്പാ, നടപ്പിലാക്കണം വാപ്പാ. എനിക്ക് വെറുപ്പില്ല വാപ്പാ, എനിക്ക് വിഷമമില്ല വാപ്പാ, എനിക്ക് സങ്കടമില്ല വാപ്പാ. പക്ഷേ എന്റെ ഉമ്മയെ അറിയിക്കരുത് വാപ്പാ, ഉമ്മാന്റെ തണലിലാണ് ഞാൻ വളർന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടല്ലോ, കത്തിയും കയറുമായി കടന്നു പോകുന്ന മിനാ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് വാപ്പയുടെ വിരൽ തുമ്പ് പിടിച്ചു കൊണ്ടുപോയി ആ പ്രിയപ്പെട്ട വാപ്പാന്റെ മുൻവശത്ത് മിനാ പർവ്വതത്തിന്റെ താഴ്വരയിൽ കടുത്ത് നീട്ടിക്കൊടുത്ത്, അറുക്കണം എന്നെ വാപ്പാ, പടച്ചവന്റെ തീരുമാനം നിങ്ങൾ നടപ്പിലാക്കണം വാപ്പാ എന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോന് പറയാൻ ആ പൊന്നുമോനെ പ്രേരിപ്പിച്ചതാരാ? ഒരു ഭാര്യയാണ്, ഒരു നല്ല ഭാര്യയാണ്, ഒരു ഉമ്മയാണ്. എന്താ പറഞ്ഞു? ഉപ്പ അങ്ങനെയാണ്, ഉപ്പ വലിയ ആളാണ്, ഉപ്പ പറഞ്ഞതുപോലെ അനുസരിച്ചോളണം. ഉമ്മ പറഞ്ഞതുകൊണ്ട് മോൻ അനുസരിച്ച്. എന്തേ ഒരു പെണ്ണിന് കഴിയും?
അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പോലും പറഞ്ഞത്, ലോകത്തിന്റെ നേതാവ് പോലും പറഞ്ഞത്, നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ സാധാരണക്കാരിയല്ല, അവൾ ദുനിയാവിലും നിനക്ക് ഹീറോയാ, അവൾ ആഖിറത്തിലും നിനക്ക് ഹീറോയാണ്. നിന്റെ കുടുംബത്തെ നശിപ്പിക്കാനും കഴിയും, നിന്റെ കുടുംബത്തിന് ലോകോത്തര നിലക്ക് എത്തിക്കാൻ കഴിയും, നിന്റെ മക്കളെ താഴ്ന്നവരാക്കി മാറ്റാനും കഴിയും, ഈ നാട്ടിന്റെ യുഗപുരുഷന്മാരാക്കി മാറ്റാനും നിന്റെ ഈ മൊഗ്രാലിന്റെ വിജ്ഞാന സദസ്സിലുള്ള ഭാര്യക്ക് കഴിയും. അതുകൊണ്ടാണ് അവൾ ഏറ്റവും വലിയ നിഅമത്തെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നീ വിചാരിച്ചതുപോലെ അവൾ കേവലം ഭോഗിക്കാൻ മാത്രമുള്ളവളല്ല, ചുറ്റിക്കറങ്ങാൻ മാത്രമുള്ളവളല്ല, ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുക്കാൻ മാത്രമുള്ളവളല്ല. നാട് മുഴുവനും അവളെ കൊണ്ട് കപ്പൽസ് വീഡിയോസുകൾ ഇട്ട് ചുറ്റിക്കറങ്ങി അന്യവന്റെ മുമ്പിലേക്ക് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നഗ്നമേനികളെ പ്രദർശിപ്പിക്കാനുള്ളവളല്ല നിന്റെ ഭാര്യ, കുറ്റപ്പെടുത്താനുള്ളവളല്ല, ആക്ഷേപിക്കാനുള്ളവളല്ല, നിന്റെ വീടിന്റെ വീട്ടുവേലക്കാരിയായി കഴിയാനുള്ളവളല്ല, വീടിന്റെ അടുക്കളയുടെ അകത്തളത്ത് കരിയും പുരണ്ടുകൊണ്ട് ജീവിക്കാനുള്ളവളല്ല നിന്റെ ഭാര്യ. ആ ഭാര്യയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടോ, ലോകത്തിന്റെ നേതാവ് പറയുകയാ, അദ്ദുന്യാ കുല്ലുഹാ മതാ, ഈ ദുനിയാവ് മുഴുവനും പടച്ചവന്റെ നിരീക്ഷണത്തിൽ ചരക്കുകളാണ്. ഈ പ്രസംഗിക്കുന്ന അബ്ദുൽ കരീം ഫൈലി ചരക്കാണ്, ഈ ഇരിക്കുന്ന നിങ്ങൾ ചരക്കാണ്, ഈ ഇരിക്കുന്ന ഓരോരുത്തരും ചരക്കുകളാ. ഏത് വലിയാവട്ടെ, ഏത് സയ്യിദാവട്ടെ, ഏത് പണ്ഡിതനാവട്ടെ, ഏത് പ്രഭാഷകനാവട്ടെ, ഏത് വലിയ കോടീശ്വരനാവട്ടെ, പടച്ചവന്റെ നിരീക്ഷണത്തിനെ അപേക്ഷിച്ച് അവർ പുല്ലുകളാണ്, അവർ ചരക്കുകളാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഖൈറു മതാഇ ദുനിയാ, അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലുള്ള ചരക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ചരക്ക് ഏതാണെന്നറിയോ? ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, അൽ മർഅതു സ്വാലിഹാ, അൽ മർഅതു സ്വാലിഹാ, അല്ലാഹുവിനെ പേടിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ഇബാദത്ത് ചെയ്യുന്ന, സിനിമ സീരിയൽ റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ തപസ്സിരിക്കാത്ത, നിന്നെ നല്ലതുപോലെ അനുസരിക്കുന്ന, നിന്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന, ഇബാദത്തിലൂടെ ജീവിതം പടച്ചവന് വേണ്ടി സമർപ്പിക്കുന്ന, നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും നോയിപ്പിക്കാത്ത, നിന്റെ മക്കളെ ദീനീ ചിറ്റക്കൂട്ടയിൽ വളർത്തുന്ന, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണോ നിന്റെ വീടിന്റെ അകത്തളത്ത് മൊഗ്രാലിൽ കഴിയുന്നവള്? മോനെ, അവള് ദുനിയാവിന്റെ ഏറ്റവും ഉത്തമമായ ചരക്ക് എന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ അവളെ കൊണ്ട് നിനക്ക് വിജയം നേടാൻ കഴിയുകയാണ്. വിജയത്തിന്റെ 4 വഴികളെ മുത്തു റസൂലുള്ള പറയുമ്പോ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട വഴി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അത് നിന്റെ സ്വാലിഹത്തായ ഭാര്യയാ, അത് നിന്റെ സ്വാലിഹത്തായ ഭാര്യയാ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മുടെ ഭാര്യ നന്നാവാൻ നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ ഭാര്യ നന്നാവാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ദുആ ഉണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദുആ ചെയ്താൽ നമ്മുടെ ഭാര്യയും നമ്മുടെ സന്തതികളും നന്നാവുമെന്ന് വിശുദ്ധ ഖുർആനിൽ വന്ന ആ പരിശുദ്ധമായ ആയത്തിനെ കുറിച്ച് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുപോലെ മക്കൾ നന്നാവാ, എല്ലാവർക്കും ബേജാറുന്ന മക്കളുടെ കാര്യത്തിലാണ്. സൂറത്തുൽ ലുഖ്മാൻ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിച്ചോ, ചെറിയ സൂറത്താ. സൂറത്തുൽ ലുഖ്മാൻ ഒരു പെണ്ണ് പാരായണം ചെയ്ത് അവരുടെ മക്കളുടെ നന്മക്ക് വേണ്ടി, അവരുടെ മക്കൾ വഴിപിടക്കാതിരിക്കാൻ വേണ്ടി, അവരുടെ മക്കളുടെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ മക്കൾ നന്നാവുമെന്ന് അല്ലാഹുവിന്റെ മഹാന്മാർ പറയാം. തീർച്ചയായും നന്നാവും. ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ഒരു വാദിന്റെ സദസ്സിൽ കുഞ്ഞാന്ന് പറയുമ്പോ, സുള്ളിയിൽ ഞാൻ ജോലി ചെയ്തിരുന്നു 12 വർഷങ്ങൾക്ക് മുമ്പ്. ഒരു സഹോദരൻ പറയാണ്, ഉസ്താദ് നിങ്ങൾ പറഞ്ഞത് മുതൽ ഇടപെടാതെ എന്റെ മൂത്ത പൊന്നുമോനെ കുറിച്ച് എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു, വലിയ വിഷമമായിരുന്നു. ഇടപെടാതെ ഓതി ഉസ്താദേ. ഇന്ന് ആ പൊന്നുമോൻ സൗദിയിൽ വെച്ച് വലിയ മുതലാളിയാണ്, ബിസിനസ്സുകാരനാണ്. അൽഹംദുലില്ലാ. ചിലപ്പോൾ ഉസ്താദ് പറഞ്ഞ പരിശുദ്ധമായ ഖുർആന്റെ ബറക്കത്തായിരിക്കും എന്ന് അയാൾ പറയാം. തീർച്ചയായും നമ്മുടെ മക്കൾ നമ്മളെ നാണം കെടുത്തൂല്ല.
തീർച്ചയായും നമ്മുടെ മക്കൾ നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും അവരെ കൊണ്ട് അഭിമാനിപ്പിക്കുന്ന രീതിയിലേക്ക് അവർ എത്തിക്കുമെന്ന് അള്ളാഹിന്റെ മഹാന്മാർ പറയാണ്. അള്ളാഹു നമ്മുടെ ഭാര്യ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഞാൻ പറഞ്ഞത് 3 അനുഗ്രഹങ്ങൾ. ഒന്നാമത്തെ അനുഗ്രഹം നമ്മുടെ ഭാര്യയാണെങ്കിൽ മുസ്ലിമായ മനുഷ്യൻ അല്ലാഹു നൽകിയ രണ്ടാമത്തെ ഏറ്റവും വലിയ അനുഗ്രഹമേതാ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പോലും പറയുകയാണ്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. നിന്റെ മക്കൾ വലിയ അനുഗ്രഹമാണ്. മക്കൾ വലിയ അനുഗ്രഹമാണ്. മക്കളുള്ളവർക്ക് മക്കളുടെ വില അറിയില്ല. മക്കളില്ലാത്തവർക്കാണ് മക്കളുടെ വില അറിയുക. ഇതുപോലത്തെ നൂറുകണക്കായ വേദികളിലേക്ക് ഈ വഅലിന് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, 2 വർഷങ്ങൾക്ക് മുമ്പ് അന്തമാൻ നിക്കോബർ എന്ന സ്ഥലത്തിലേക്ക് ഞാൻ വഅലിന് പോയി. ആ ദ്വീപിൽ വഅൽ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, 5 ദിവസത്തിന്റെ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോ ഒരു വീടിന്റെ അകത്തളത്ത് താമസിക്കാനിടയായി. അങ്ങനെ വഅൽ കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് എന്റെ കൂടെ പാണക്കാടിന്റെ ഒരു കണ്ണിയുമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിലേക്ക് തിരിക്കുമ്പോ അൽഹംദുലില്ലാഹ് സ്വർഗീയ വിഭവങ്ങളെയും രമ്യഹർമ്മ്യങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വീടാ. ബാത്റൂമിൽ പോലും എസിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള ഒരു വീടിന്റെ അകത്തളത്ത് നന്ദിയായി അവർക്ക് ദുആ ചെയ്ത് 5 ദിവസം കഴിഞ്ഞ് പിരിഞ്ഞു വരുമ്പോ ആ ചെറുപ്പക്കാരനോട് ഞങ്ങൾ ചോദിച്ചു, എന്തേ ഈ വീട്ടിൽ ആരുടെയും സംസാരമില്ലല്ലോ, കോലാഹലങ്ങളില്ലല്ലോ, നിന്റെ ഭാര്യയും നിന്റെ മക്കളെയും ഞങ്ങൾക്ക് വേണ്ടി 2 പേർക്ക് വേണ്ടി ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചതാണോ എന്ന് ചോദിക്കുമ്പോ ആ സഹോദരൻ പറയുകയാണ്, ഉസ്താദേ, കല്യാണം കഴിഞ്ഞിട്ട് 19 വർഷമായി ഉസ്താദേ, ഇന്നേ വരെ ഒരു കുഞ്ഞുകാല് കാണാ അല്ലാഹു എനിക്ക് ഭാഗ്യം തന്നിട്ടില്ല ഉസ്താദ്. ആ ചെറുപ്പക്കാരന് പറയുകയാണ്, അന്തമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുമ്പോ ടൂറിസ്റ്റ് കേന്ദ്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. 170 ബസ്സുകളുടെ ഉടമയാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ. നാട്ടിനും ഗൾഫ് രാജ്യത്തൊക്കെ കോടിക്കണക്കായ സാമ്പത്തിക സ്രോതസ്സുള്ളവനാ. ഇത്രയും ഉണ്ടായിട്ട് ആ ചെറുപ്പക്കാരന് പറയുന്നു, ഉസ്താദേ, ഇന്നേ വരെ ഒരു കുഞ്ഞുകാല് കാണാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം തന്നിട്ടില്ല എന്ന് വിലപിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ലേ മക്കളുണ്ടെങ്കിൽ എപ്പോഴും കോലാഹലമാണ്, എപ്പോഴും തമാശയാണ്, എപ്പോഴും കളിചിരിയാണ്. മൂത്ത മകൻ ഇളയ മകളുടെ കുസൃതികൾ പറയുകയാണ്, ഇളയത്തി വന്ന് ജ്യേഷ്ഠന്റെ കരാതികൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ളവര് കൂടാരമല്ലേ മക്കളുള്ള വീടെന്ന് പറയുമ്പോ ചിന്തിക്കും മുസ്ലിമേ, നമുക്ക് പണമില്ലെങ്കിൽ എന്തേ, അധികാരമില്ലെങ്കിൽ എന്തേ, കോടികളില്ലെങ്കിൽ എന്ത്, വിലപിടിപ്പുള്ള വാഹനമില്ലെങ്കിൽ എന്ത്, ഉടുതുണിക്ക് മറുതുണിയില്ലെങ്കിൽ എന്ത്, ചെറ്റപ്പുരയിൽ താമസിച്ചാലും എന്ത്, അല്ലാഹു നിങ്ങൾക്ക് 2, 3, 4, 5, 6 മക്കളെ തന്നില്ലേ? ആ മക്കൾ എന്നുള്ളത് അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്താണ്, അനുഗ്രഹം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ വിചാരിക്കുമോ മക്കളല്ല തന്ന ഭയങ്കര എന്നോട് സ്നേഹത്തിലാണ്. ഒരാളോട് സ്നേഹത്തിലല്ല മക്കളെ തന്നത്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളെ പരീക്ഷിക്കാനാണ് തന്നത്. മറ്റൊരായത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ ഔലാദിക്കും വഅസ്വാജിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറുഹും. മോനെ, മക്കളെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലാനും നിന്റെ ഭാര്യ ഇല്ലാതെയാക്കാനും നിന്റെ മക്കൾക്ക് കഞ്ചാവ് കൊടുക്കാനും ഉമ്മയെ അറുകൊല നടത്താനുമുള്ള ശത്രുക്കളായ മക്കൾ വരും, ജാഗ്രത ആയിക്കൊള്ളി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, നമ്മൾ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് നടക്കാണ്. ഇതെല്ലാം ഖുർആൻ പറഞ്ഞു വെച്ചതല്ലേ. ഈ ഒരു കാലം ഇത് 20 പറയും, പണ്ടെല്ലാം അങ്ങനെ ഉണ്ടായിട്ടില്ല. 2025 എല്ലാം മാറി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു റസൂൽ പറഞ്ഞു വെച്ചതാണ്. 1000 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. സൂക്ഷിക്കണം, മക്കളെ സൂക്ഷിക്കണം എന്നാ പറഞ്ഞേ. നമ്മൾ അമിതമായ സ്നേഹം കൊടുത്തു, അങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച്. എന്താ മക്കളെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയാണ്, അൽ ബലദു അമാന, അമാനത്താണ്, നിങ്ങൾക്ക് തന്ന നിക്ഷേപ സ്വത്തുവ. അമാനത്ത് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഉദാഹരണം ഞാൻ പറയാ, എന്റെ ഈ മൊബൈൽ വന്നപ്പോ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് തിരിച്ചു പോകുമ്പോ നിങ്ങൾ ഈ മൊബൈൽ തരണോ. എന്നാൽ നമ്മളിവിടെയുള്ള കരാർ എന്താ? എങ്ങനെയാണോ നിനക്ക് ഞാൻ തന്നത് അതേപോലെ എനിക്ക് തിരിച്ചു തരണം. നിങ്ങൾ
ഇതിനെ പൊട്ടിച്ചിട്ട് ഇതിന്റെ ഡിസ്പ്ലേ മാറ്റി ഇതിന്റെ കവർ മാറ്റിയിട്ട് തന്നാല് ഞാൻ നിങ്ങളെ വെച്ചേക്കോ? മനസ്സിലെങ്കിലും ശപിച്ചിട്ട് പോകൂലേ? അള്ളാഹ്ക്ക് ഒരു കരാറുണ്ട് നമ്മളോട്. മക്കളെ തരുമ്പോ ലേബർ റൂമിൽ നിന്ന് നേഴ്സ് നിന്റെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോ കരാറ് എങ്ങനെ തന്നു? ഓൻ കള്ളുകൂടിയനല്ല, ലഹരിയുടെ അടിമയല്ല, പെണ്ണിന്റെ അടിമയല്ല, നിഷ്കളങ്കതയുടെ നിറകുടമാണ്. ഇതേപോലെ 15, 25, 35 വയസ്സ് എപ്പോ ഞാൻ ചോദിക്കുന്നു പറയാൻ പറ്റൂല. ചോദിക്കുന്ന സമയത്ത് എനിക്ക് തിരിച്ചു തരണം. ചോദിക്കട്ടെ വാപ്പ, കൊടുക്കാൻ കഴിയോ? അതുകൊണ്ടാണ് മുൻഗാമികളായ മഹത്തുക്കൾ, ആ മഹത്തുക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെ ജനിച്ചപ്പോ പൊട്ടി കരഞ്ഞു. കാരണം വലിയ ഒരു പാറക്കല്ല് പോലത്തെ വലിയ ഭാരം അവന്റെ ശിരസിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിക്ഷേപിച്ചു. എങ്ങനെ റബ്ബേ ഇത് കൊടുക്കാം? ഒരു മഹാനുഭാവനെ കുറിച്ച് പറയാണ്, അയാൾ ജീവിതത്തിൽ ഇന്നേ വരെ ചിരിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇല്ല മാത്തബുനുഹു, അദ്ദേഹത്തിന്റെ മകൻ മരിച്ചപ്പോ അയാൾ ചിരിച്ചു. ആൾക്കാർ ചോദിച്ചു, മക്കൾ മരിച്ചപ്പോ ആരെങ്കിലും ചിരിക്കുവോ? നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, എനിക്കൊരു ഭ്രാന്തും സംഭവിച്ചിട്ടില്ല. ഞാൻ ചിരിച്ചെന്തിനെന്നറിയോ? എനിക്ക് അല്ലാഹു എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്ന ആ പൊന്നുമോനെ അതേപോലെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതേപോലെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ മുഗ്രാലകാരോട് ചോദിക്കട്ടെ, എന്റെ വിജ്ഞാന സദസ്സിലുള്ളവരോട് ചോദിക്കട്ടെ, അല്ലാഹു നിങ്ങൾക്ക് 2, 3 മക്കളെ തന്നില്ലേ? അല്ലാഹു തആല തരുമ്പോ നിങ്ങളോടൊരു കരാറില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, 14 കഴിഞ്ഞ് 15 കഴിഞ്ഞ് നിന്നോട് ഞാൻ തിരിച്ചു ചോദിക്കുമ്പോ ആ തന്നതുപോലെ എനിക്ക് തിരിച്ചു തരണമെന്ന് പടച്ചവന്റെ തീരുമാന പ്രകാരം അല്ലാഹു നിങ്ങളുടെ മക്കളെ ഇന്ന് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ, 16 വയസ്സുള്ള 15 വയസ്സുള്ള പൊന്നുമോനെ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ, ആ തന്നതുപോലെ 15 വയസ്സിന് മുമ്പ് തന്നതുപോലെ ലേബർ റൂമിൽ നിന്നൊരു നേഴ്സ് നിന്റെ കയ്യിൽ ഒരു നിഷ്കളങ്കതയുടെ നിറകുടത്തെ ഏൽപ്പിച്ചതുപോലെ, കരപുറളാത്തവര് കുഞ്ഞിനെ ഏൽപ്പിച്ചതുപോലെ 15, 16 വയസ്സ് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാ എന്റെ പ്രിയപ്പെട്ട മൊഗ്രാനിലുള്ള ബാപ്പാനമ്മെ കൊണ്ട് കഴിയുമോ? പ്രിയപ്പെട്ട പലരും രക്ഷിതാക്കളും പറയാറുള്ളത് അങ്ങനെയല്ലേ? ഉസ്താദേ, ഞാൻ പറഞ്ഞതുപോലെയല്ല, പഴയതുപോലെയല്ല. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല, ചെവി കൊള്ളുന്നില്ല. 14 വയസ്സുള്ള പൊന്നുമോനുണ്ടല്ലോ, എന്നെ കണ്ണുരുട്ടി നോക്കുകയാ, എന്നെ പേടിപ്പിക്കുകയാണ്. പാതിരാത്രിയുടെ സമയങ്ങളിൽ 2 മണിക്ക് കുച്ചിലിൽ കൂടെ കേടി കടന്നു വരുന്ന പൊന്നുമോനാണ്. ടർഫിൽ വൈകുന്നേരം 7 മണിക്ക് കളിക്കാൻ പോയ പൊന്നുമോ പിറ്റേ ദിവസം 5 മണിക്കാണ് ഉസ്താദേ കടന്നു വരുന്നത്. കേരളക്കരയിലുള്ള പല ദിക്കുകളിലേക്കും വഴുതിന് പോകുമ്പോ പാതിരാത്രി സമയങ്ങളിലുള്ള കാഞ്ഞങ്ങാടിന്റെയും കാസർഗോഡിന്റെയും രാജപാതയിലൂടെ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മീശ മുളക്കാത്ത കുഞ്ഞുമക്കളുണ്ടല്ലോ, അവർ ഗൾഫുകാരുടെ മക്കളായിരിക്കാം, അവർ നാട്ടിലുള്ളവരുടെ മക്കളായിരിക്കാം, അവർ ഫാസ്റ്റ് ഫുഡ് കടകളിലാണ്. വയസ്സ് 14, 13, 16 വയസ്സേ ഉള്ളൂ. അങ്ങനെയുള്ള മക്കള് പോലും ഇന്നിതാ മാതാപിതാക്കളുടെ കൈകളിൽ നിന്ന് പുറപ്പെടുന്ന് പതറിക്കൊണ്ടിരിക്കുമ്പോ, നമ്മുടെ മക്കള് കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും അടിമകളായി കൊണ്ടിരിക്കുമ്പോ, ഇതേ കോഴിക്കോട് ജില്ലയിലല്ലേ പാപപ്പെട്ടവര് പൊന്നു പ്രിയപ്പെട്ട ഉമ്മയെ ക്യാൻസർ രോഗിയാണ്, മജ്ജ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. 20 ലക്ഷം ആരോ നാട്ടുകാർ പിരിപ്പിച്ചു കൊടുത്ത പൈസയിലൂടെ മജ്ജ മാറ്റി വെച്ച് ജീവിതത്തിന്റെ പുനർജന്മത്തിന് തിരിച്ചു വന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയെ അറുകൊലമുടത്തിയ പൊന്നുമോന്റെ ലോകത്ത് കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ഉസ്താദ്, നമ്മുടെ തെറ്റില്ല, നമ്മൾ വളർത്തേണ്ടതുപോലെ വളർത്തി, മക്കളെ നമ്മുടെ അരുതിയിൽ വരുന്നില്ല, മക്കളെ നമ്മൾ പറഞ്ഞതുപോലെ അനുസരിക്കുന്നില്ല. ഉസ്താദേ, കൂട്ടുകെട്ടിന്റെ ദോഷമാ, എന്റെ വാക്കുകൾ അവന് വില കൽപ്പിക്കുന്നില്ല, പുല്ലുപോലെ പുഷ്പം പോലെ തട്ടിക്കളയുകയാണ്, മാതാപിതാക്കൾക്ക് ഒരു വില പോലും കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? 22കാരനായ 18കാരനായ നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ആക്ഷേപം പറയുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആക്ഷേപിക്കല്ലേ, മക്കളെ കുറ്റപ്പെടുത്തല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവരെ വഴിപിഴപ്പിച്ചത് അവരുടെ
അവരുടെ കൂട്ടുകാരല്ല. പിന്നെ ആരാ അവരെ വഴിപിഴപ്പിച്ചത്? ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ. നിങ്ങൾ ഇന്ന് പറയും പോലെ ആ പൊന്നുമോൻ 22 വയസ്സാകുമ്പോ അവൻ MDM അടിക്കുകയാണ്. ഇന്നലെയാണ് നമ്മൾ കണ്ടത്, പോലീസിനെ കാണുമ്പോ MDM വിഴുങ്ങിയ ഒരു സഹോദരനുണ്ടല്ലോ, തന്നെ പിടിക്കപ്പെട്ട് കേസിലകപ്പെട്ട് കുടുംബത്തിന്റെ മാനം നഷ്ടപ്പെടുമെന്ന് ഭയന്നുകൊണ്ട് ഉള്ള MDM മുഴുവനും അവനെ സേവിച്ചപ്പോ ഇന്നലെയാണ് ആ പ്രിയപ്പെട്ടവൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. ഒരുപാട് പ്രായമായിട്ടില്ല പ്രിയപ്പെട്ടവരെ, 22കാരനായ 18കാരികളായ 15 വയസ്സുകാരായ പ്രിയപ്പെട്ട നമ്മുടെ പൊന്നോമനകളുണ്ടല്ലോ, ലഹരിക്കും പെണ്ണിനും കഞ്ചാവിനും മയക്കുമരുന്നിനും MDM-നും അടിമപ്പെടുമ്പോ ജാഗ്രതരാവേണ്ട ഈ ലോകത്ത് നിങ്ങൾ കൂട്ടുകാരെ കുറിച്ച് കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അള്ളാന്റെ റസൂല് പറയുകയാണ്, മോനെ വാപ്പാ, 15 വയസ്സുള്ള മക്കളെ കുറിച്ച് നിങ്ങൾ ആക്ഷേപം പറയുന്നുണ്ടെങ്കിൽ ഒന്നാലോചിക്കണടാ, പൂർവകാലത്തെ കുറിച്ച് ആലോചിക്കണമടാ. 15 വയസ്സിന്റെ മുമ്പ് ലേബർ റൂമില് നിന്റെ പ്രിയപ്പെട്ട കൈകളിലേക്ക് ഒരു നേഴ്സ് കൊണ്ടുവന്ന് ഏൽപ്പിക്കുമ്പോ അവന് കള്ളുകുടിയനല്ല, പെണ്ണ് പിടിയനല്ല, വ്യഭിചാരിയല്ല, ലഹരിയുടെ അടിമയല്ല, അവന് മയക്കുമരുന്ന് കണ്ടിട്ട് പോലുമില്ല. നിഷ്കളങ്കതയുടെ നിറകുടമാകുന്ന പൊന്നുപോലെ വഴിപിഴപ്പിച്ചത് അവന് വഴിപിഴച്ചതല്ല, അവന്റെ കൂട്ടുകാര് വഴിപിഴപ്പിച്ചതല്ല. പിന്നെ വഴിപിഴപ്പിച്ചതാരാ? അള്ളാന്റെ റസൂല് പറയുകയാണ്, നിങ്ങളാ, വാപ്പയുമ്മയാകുന്ന നിങ്ങളാണ് വഴിപിഴപ്പിച്ചത്. അല്ലാതെ നിങ്ങളുടെ മക്കളെ കുറ്റപ്പെടുത്തണ്ട, മക്കളെ ആക്ഷേപിക്കണ്ട. മക്കളെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ നിങ്ങൾക്ക് ആക്ഷേപിക്കേണ്ട അധികാരമില്ല. അതുകൊണ്ടാണ് നാളെ പടച്ചവന്റെ പരലോകത്ത് അധിക മാതാപിതാക്കളും അവരുടെ ഇബാദത്ത് കുറവിന്റെ കാരണം കൊണ്ടല്ല നരകത്തിലേക്ക് കിടക്കുന്നേ, പിന്നെയോ മക്കളുടെ കാരണം കൊണ്ട്. എത്ര വലിയ ആചാരായാലും, എത്ര വലിയ തഹജ്ജുദുകാരനായാലും, എത്ര വലിയ നന്മ ചെയ്ത മനുഷ്യനായാലും, എത്ര വലിയ ആരാധനകളുടെ പാണ്ഡങ്ങൾ ചുമന്നു നടന്ന മനുഷ്യനായാലും അവൻ നരകത്തിലേക്ക് കടക്കുന്നത് മക്കളുടെ കാരണം കൊണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ, സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന മക്കളാക്കി ഈ പുണ്യ റമദാനിന്റെ ബറക്കത്തോടെ നമ്മുടെ മക്കളെ മാറ്റട്ടെ. നമ്മുടെ മക്കൾ വഴി പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരെ ജീവിതത്തിലേക്ക് ഹിദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ. നോക്ക്, ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുള്ള വാപ്പന്മാരുണ്ട്, ഈ സദസ്സിൽ ഉമ്മമാരുണ്ട്. മക്കളെ വളർത്തേണ്ട രീതിയെ കുറിച്ച് അള്ളാന്റെ റസൂല് പറയാണ്. അത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ നിയമത്ത് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാന്റെ റസൂല് പറയാണ്, വലതുക റൈഹാനു, നിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർ പുഷ്പങ്ങളാ. അങ്ങനല്ലേ? ചെറിയ ഒരു കുഞ്ഞ്, അള്ളാഹുവെ പടച്ചവനെ 3.5 കിലോയുള്ള ഒരു കുഞ്ഞുവാവയെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് പടച്ച റബ്ബ് എന്തോരല്ലേ, എന്തോരവസ്ഥയാ, എന്തോ ഒരു സന്തോഷ. അത് പെണ്ണാവട്ടെ ആണാവട്ടെ, അത് പുഷ്പങ്ങളാ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, 7 വയസ്സ് വരെ ആ മക്കളെ നിങ്ങളെ മുത്തിമണക്കും. 7 വയസ്സ് വരെ മക്കളെ നിങ്ങൾ മുത്തിമണക്കാനുള്ള സമയമാണ്, അടിക്കാൻ ഇടിക്കാനുള്ള സമയമല്ല. 7 വയസ്സ് വരെ മക്കളെ ഒരു അടി പോലും അടിക്കരുത്, ബടി കാണിക്കരുത് അവരുടെ മുമ്പില്. അറിയോ നിങ്ങൾക്ക് എപ്പോഴാ അടിക്കണ്ടേ? അത് പിന്നെ ദീൻ പറയാണ്. 7 വയസ്സ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഹദീസിൽ കാണാം, 7 വയസ്സ് വരെ നിങ്ങളുടെ മക്കളോട് നിങ്ങളെ കളിക്കൂട്ടുകാരായി ഇടപെടേണ്ട സമയമാണ്, കളിക്കേണ്ട സമയം. ഫുട്ബോൾ കളിക്കണം, പിന്നെന്തോ ക്രിക്കറ്റ് കളിക്കാം. ഉമ്മമാരങ്ങനെ ചെയ്യണം. മക്കളെ ഒരു കളിക്കൂട്ടുക. ഇതങ്ങനെയല്ല, 3.5 വയസ്സുള്ള ഒരു കുഞ്ഞ് കരഞ്ഞപ്പോ ഒന്നിരിക്കലോ മൊബൈൽ കൊടുത്ത് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ട് 4 അടിച്ചിടിച്ച്. ചില വാപ്പന്മാരൊക്കെ പറയാറുണ്ട്, ഉസ്താദേ 5 വയസ്സായത്തിൻ്റെ മോന് എന്നെ കാണുമ്പോ എന്നെ മുമ്പിൽ നിൽക്കുന്നില്ല, പേടിച്ചിട്ട് മൂത്തിരിക്കുന്നത്. നിന്റെ പോലത്തെ തമ്മാടിയായ വാപ്പ ലോകത്തില്ല, നിനക്ക് മനഃശാസ്ത്രമില്ല. അങ്ങനെ പേടിപ്പിക്കേണ്ടതല്ല. ഹിറ്റ്ലർ ആയത് എങ്ങനെ? ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ ആരാ? യഹൂദി സുഹൃത്തുക്കളെ 60 ലക്ഷം പേരെ കൊന്നു. ഒരേ തവണ 60,000 പരം വരുന്ന യഹൂദികളെ ഒരു കോട്ട കൊത്തകങ്ങളുടെ അകത്തിട്ട് വിഷാനിലം വിട്ടു കൊന്നു. എന്തോ ഒരു ക്രൂര മനസ്ഥിതിയാണ്. ആ മനുഷ്യനോട് ചോദിച്ചു, എങ്ങനെയാടാ നിനക്ക് ഇങ്ങനെ ഒരു മനസ്സ് വന്നത്? 60,000 ആളുകളെ ഇങ്ങനെ ക്രൂരമായി വധിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നെന്ന് പറഞ്ഞെന്താണെന്നറിയോ? എന്റെ വാപ്പ കടും ക്രൂരതയുള്ള മനുഷ്യനായിരുന്നു, ഭയങ്കര ശിഷ്ടമായിരുന്നു.
വാപ്പ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണം, വാപ്പാക്ക് സല്യൂട്ട് അടിക്കണം. വാപ്പ ഒരു പട്ടാളക്കാരനായിരുന്നു. അതേ പട്ടാള ചിറ്റയിൽ എന്നെ വളർത്തിയപ്പോ നിഷ്ഠുരനായ മനുഷ്യനായി ഞാൻ മാറി. അടിക്കേണ്ട സമയമല്ല. ഇസ്ലാം ദീന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന അമലുകൾ വെച്ച് ഏറ്റവും വലിയ ഒരു അമലാണ് വിശുദ്ധമായ നിസ്കാരം. എന്ത് നിസ്കാരം എന്ന് പറഞ്ഞാല് നിന്ന് നിസ്കരിക്കണം. കൈനിലങ്ങി ഇരുന്നിട്ട്, കൈനിലങ്ങി ചരിഞ്ഞിട്ട്, മലർന്നു കിടന്ന്, അവസാനം കഴിയുന്നില്ലെങ്കിൽ കൺപോള, അതും കഴിയുന്നില്ലേ, ഹൃദയം കൊണ്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് നീ ബാങ്ക് കേൾക്കാണ്, ഹൃദയാന്തരാളം കൊണ്ട് നിസ്കാരത്തിന് ഹാജരാക്കണം. ഒരു അമലിനും ഇത്ര പ്രാധാന്യമില്ല. നോമ്പ് കഴിവ് വേണം. നോമ്പ് പിടിക്കണമെങ്കിൽ എല്ലാം മുദ്ദു കൊടുത്താൽ മതി എന്നാണ് അതിന്റെ അർത്ഥം. ഉസ്താദ് നല്ല ചൂടല്ലേ, നാളെ മുതൽ ഞാൻ മുദ്ദു കൊടുക്കാം, അങ്ങനത്തെ മുത്തല്ല ഇത്. വയസ്സായ നോമ്പ് പിടിക്കേണ്ടെന്നാണ്. സക്കാത്ത് സമ്പത്തുണ്ടാകാൻ കൊടുത്താൽ മതി എന്നാണ്. ഹജ്ജിന് പോവാണെങ്കിൽ സമ്പത്ത് വേണം, മാത്രല്ല യാത്രാ തടസ്സങ്ങളില്ലാതെയാവണം. ഇസ്ലാം ദീനിന്റെ ഏത് അമലുകൾ നോക്കിയാലും പ്രയാസപ്പെടുത്തലില്ല. പക്ഷെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ആ നിസ്കാരം മക്കളോട് നിങ്ങൾ കൽപ്പിക്കണമെങ്കിൽ, ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ മക്കളെ നിങ്ങൾ തല്ലണമെങ്കിൽ 10 വയസ്സാവണം. അപ്പൊ മിനിമം 10 വയസ്സെങ്കിലും ആവണം മക്കളെ തല്ലാൻ. ഇത് ഭാരം ഏൽപ്പിക്കാം. എന്താ നമ്മളെ മക്കളല്ലേ 3.5 വയസ്സാകുമ്പോ ആ കുഞ്ഞുള്ളതാകെ 8 കിലോയാണ്. 12 കിലോന്റെ ബാഗ് ഇട്ടിട്ട് ഓനെ അയച്ചു. എന്തിനോ ഡോക്ടർ ആവാൻ, എഞ്ചിനീയർ ആവാൻ, അല്ലെങ്കിൽ വലിയൊരാളാവാൻ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഓനെ കാണുന്ന മീൻ മാർക്കറ്റിലാണ്. 3.5 വയസ്സ് LKGക്ക് പോയ കുട്ടി, അല്ലെങ്കിൽ മൊബൈൽ കടയിലാണ്, അല്ലെങ്കിൽ പച്ചക്കറി കടയിലാണ്. നിങ്ങൾക്കറിയോ, ലോകത്ത് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ടെക്നോളജികളുടെ ലോകമെന്ന് അറിയപ്പെടുന്ന ചൈനക്കാരുടെ ബുദ്ധി നമുക്കില്ല. പണ്ടൊരാളുടെ ബ്രെയിൻ വിൽക്കാൻ വേണ്ടി വെച്ചപ്പോ ഇന്ത്യക്കാരന്റെ ബ്രെയിൻ മാത്രം ഒന്നും സേലായില്ല. കാരണം എന്താ? അതിലെന്തില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചൈനയിൽ 1ാം ക്ലാസ്സിന്റെ മക്കളെ ചേർക്കുന്നത് എത്ര വയസ്സിലോ? 11 വയസ്സിൽ. ഇതുള്ള ഭാരയും ഞാൻ എതിർക്കല്ല, നിങ്ങൾ വേണ്ട പോലെ ചെയ്തോളി. ഉള്ള ഭാരയും എല്ലാ പ്രഷർ ഇട്ടിട്ട് 3.5 വയസ്സാകുമ്പോ അയച്ചു. അത് കളിക്കാനുള്ള സമയമാണ് മക്കളെ, പ്രിയപ്പെട്ടവരെ, കളിക്കാനുള്ള സമയമാണ്. 7 വയസ്സ് വരെ മക്കളോട് നിങ്ങൾ കളിക്കണമെന്ന ഒരു കൽപ്പനയും അവരോട് നിങ്ങൾ കൽപ്പിക്കരുത്. അത് കളിയും ചിരിയും തമാശയുമായിട്ട് പോകാനുള്ള സമയമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 7 കഴിഞ്ഞ് വഖാദിമുക സബആ 7 മുതൽ 14 വരെ മക്കളുടെ സേവകരാണ് നിങ്ങൾ. ഒരുപാട് മൊഗ്രാലിന്റെ ഉമ്മമാരുള്ള സദസ്സാണല്ലോ. മക്കളെ വളർത്താൻ താല്പര്യമുള്ളവരെ, ഭാവിയിൽ വളർന്നു വരുന്ന മക്കൾ നിങ്ങൾക്കെതിരായി നിൽക്കാതിരിക്കാൻ ഇത് പറയുകയാണ്. എന്റെ സ്വന്തം ഒരു വാക്ക് പോലുമില്ല, ലോകത്തിന്റെ നേതാവാ പഠിപ്പിക്കുന്നത്. 7 മുതൽ 14 വരെ നിങ്ങളുടെ മക്കളുടെ സേവകന്മാരാണ് നിങ്ങൾ. മറ്റൊരു ഹദീസിൽ കാണാം, മക്കൾക്ക് നിങ്ങൾ മര്യാദ പഠിപ്പിക്കണം. 7 മുതൽ 14 വരെ അവർ തിരുത്തേണ്ടവിടെ തിരുത്തണം, അടിക്കേണ്ട സ്ഥലത്ത് അടിക്കണം, കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഹദീസിൽ പറയുകയാണ്, 14 വയസ്സ് വരെ മാത്രമാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൺട്രോളിലുള്ളത്. എന്തൊരു ഹദീസാണ് ഇപ്പൊ പറയുന്നതാണ്. 14 കഴിഞ്ഞ ഉസ്താദെ കൗമാരത്തിലേക്ക് എത്തി, മറ്റേ കഞ്ചാവിന്റെ ആളാണ്, MDMന്റെ ആളാണ്, അശ്ലീലങ്ങൾ ചെയ്യുന്ന ആളാണ്. റസൂലുള്ള പണ്ടേ പറഞ്ഞു 14 വയസ്സ് മാത്രം വരെയാണ് നിങ്ങളുടെ മക്കൾ കൺട്രോളുള്ളത്, പിന്നെ പിടിച്ചാൽ കിട്ടൂല. ആ 14 വയസ്സിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണമെന്ന് കൂടി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അൽ ഗുലാമു യൗഖുന്നു യൗമസ്സാബിഉ. ഒരു കുട്ടി ജനിച്ചു, 7 ദിവസമായാൽ ആ കുട്ടിന്റെ പേരിൽ അഖീഖത്ത് അറുത്ത് കൊടുക്കണം. വലിയ ബറക്കത്തുള്ള വിഷയമാണ്. ഒരുപാട് മസലകൾ ചർച്ച ചെയ്യാനുണ്ട്. 2 ക്ലാസ് തന്നെ വേണ്ടി വരും. ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. അഖീഖത്ത് അറുത്ത് കൊടുക്കുക. പിന്നെയോ നല്ല പേര് മക്കൾക്ക് വെക്കണം. മക്കൾക്ക് നല്ല പേര് വെക്കാം. ഇന്ന് എന്തെല്ലാം പേരുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താവ് ഇങ്ങനെ നോക്കിയിട്ട് ഒരു പേര്, അങ്ങനെയെല്ലാം നല്ല പേര്, എത്രയോ നല്ല നല്ല പേരുകളുണ്ട്. പേര് വിളിക്കുമ്പോഴും മുഴുവനും പേര് വിളിക്കണം. ഒരാളെ റാസിക്ക് എന്ന് വെച്ച് വിളിക്കുന്നത്, റാസിക്ക് വിളിക്ക്. എന്റെ പ്രിയപ്പെട്ടവർ, ആ വിളിക്കുമ്പോ അതിൽ വലിയൊരു ബറക്കത്തുണ്ടാവും. റിസ്ക് നൽകുന്ന റബ്ബ്, ആ റബ്ബിന്റെ പേരാണ് പറയുന്നത്. ചിലപ്പോ റിസ്ക് ഇറങ്ങും.
ചോട്ടാക്കല്ലേ നല്ല പേര് വെക്കണം. വയുമാതു അന്നുള്ളതാ, ആ കുട്ടിയുടെ മനസ്സിനെ ഒന്ന് ആത്മീയ ശുദ്ധീകരണം നൽകണം. ഇതാരാ നൽകണ്ടേ? ഉമ്മ. അതാണ് ഉമ്മയാണ് ഒന്നാമത്തെ ഗുരു എന്ന് പറഞ്ഞത്. മദ്രസയിലേക്ക് ചേർക്കുമ്പോഴെന്നെ നമ്മുടെ മക്കള് 1ാം ക്ലാസ്സിലേക്ക് ചേരുമ്പോൾ, LKG-യിലേക്ക് ചേരുമ്പോഴെന്നെ നല്ല സംസ്കാരത്തിന്റെ മക്കളാവണം. അത് നമുക്ക് മനസ്സിലാവും. ഒരു വീട് എങ്ങനെയാണെന്ന് വായിച്ചെടുക്കാൻ 1ാം ക്ലാസ്സിന്റെ കുട്ടിയെ നോക്കിയാൽ മതി. ഇവിടെ ഉസ്താദന്മാരുണ്ടല്ലോ, അവിടെ ചോദിച്ചാൽ മതി. ആ വീട് വൃത്തിയുണ്ടോ? ആ വീടിന്റെ രക്ഷിതാക്കൾ വൃത്തിയുള്ളവരാണോ? ആ വീടിന്റെ അവസ്ഥ എന്താണ്? അവരുടെ വിശേഷണങ്ങൾ എന്താണെന്ന് കൂടുതൽ മക്കളോട് ചോദിക്കണ്ട. 1ാം ക്ലാസ്സിന്റെ ഒരു കുട്ടിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ വീട് മൊത്തം വായിച്ചെടുക്കാൻ കഴിയും. അതാരുടെ കയ്യിലാണുള്ളത്? ഉമ്മമാരുടെ കയ്യിൽ. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫൈദാ ബലഗ 6 സിനീന ഉദ്ദിബാ, ഫൈദാ ബലഗ 6 സിനീന ഉദ്ദിബാ. നിന്റെ മക്കൾക്ക് 6 വയസ്സായാൽ, മറ്റൊരു ഹദീസിൽ കാണാം 7 വയസ്സായാൽ, ആ മക്കൾക്ക് നിങ്ങളെ മര്യാദ പഠിപ്പിക്കണേ. അദബ്. ലോകത്ത് അദബിനേക്കാൾ വലിയ ഒരു ഇൽമു ലോകത്തില്ല. സമസ്തയുടെ മദ്രസയിൽ 1ാമത് പഠിപ്പിക്കുന്നത് അദബിനെ പോലെ ഏറ്റവും വലിയ പ്രാധാന്യം ലോകത്തൊരു ഇൽമുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാപ്പക്ക് ദുആ ചെയ്തു. ഏത് വാപ്പക്കാണെന്നറിയോ? മക്കൾക്ക് അദബ് പഠിപ്പിക്കുന്ന വാപ്പാക്ക് ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. ഒരു വാപ്പ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പൊതി, ഏറ്റവും വലിയ ഗിഫ്റ്റ്, സമ്മാനം ഏതെന്നറിയോ? നിന്റെ ലാപ്ടോപ്പോ മൊബൈലോ വലിയ വണ്ടികളോ വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക സ്രോതസ്സൊന്നല്ല. മക്കളെ പേര് എഴുതി കൊടുക്കലല്ല. മിൻ അദബിൻ ഹസൻ, നല്ല മര്യാദയേക്കാൾ ഏറ്റവും വലിയ ഗിഫ്റ്റ് ലോകത്ത് മക്കൾക്ക് സമ്മാനിക്കാനില്ല. അത് പഠിപ്പിക്കുക, മര്യാദ പഠിപ്പിക്കുക, ചിട്ടയുള്ള മക്കൾ. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈദാ ബലഗ 10 സിനീന ഉസില ഫിറാശുഹു, ഫൈദാ ബലഗ 10 സിനീന ഉസില ഫിറാശുഹു. 6 വയസ്സായാൽ മര്യാദ പഠിപ്പിക്കണം. 10 വയസ്സായാൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന റൂമിൽ മക്കളെ ഒന്നിച്ചു കിടത്താൻ പാടില്ല. ഇങ്ങോട്ട് നോക്ക്, ഇത് പഠിക്കേണ്ടതാണ്. മക്കളോട് നമ്മൾ പാലിക്കേണ്ട ബാധ്യതകളാണ്. നിങ്ങൾ കിടന്നുറങ്ങുന്ന റൂമിൽ മക്കളെ ഒന്നിച്ചു കിടത്താൻ പാടില്ല. കാരണം മക്കളെ പഠിക്കും. ഞാൻ കണ്ടില്ല നമ്മൾ പത്രത്തില് 16 വയസ്സുള്ള പൊന്നുമോൾ ഗർഭിണിയായി. 16 വയസ്സുള്ള മോൾ ഗർഭിണിയായി. സുബ്ഹാന ജല്ലജലാലു, ലോകം ഞെട്ടി. എന്ത് വിഷയം? ചിലപ്പോ സ്കൂളിന്റെ കാമുകന്മാരായിരിക്കും, അല്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കും, ആരുമല്ല. നോക്കുമ്പോ സ്വന്തം കൂടെ കിടക്കുന്ന അനുജൻ ഇവളെ ഗർഭിണിയാക്കിയതാണ്. 14 വയസ്സേ ഉള്ളൂ. 14 വയസ്സുള്ള അനുജൻ, ഒരേ രക്തത്തിൽ പിറന്നവർ, പരസ്പരം ബന്ധപ്പെട്ടു. ഇവർ പറഞ്ഞു തരുമോ നമുക്ക് ഉസാളിന് തമാശക്കാക്കിയത്? മനസ്സിലായി? തമാശാക്കിയൊരു കാര്യമായി. ആലോചിച്ച് നോക്കിയ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 10 വയസ്സായ ആൾ ഒന്നിച്ച് കിടത്തരുത്. മക്കളെയും നിങ്ങൾ ഒന്നിച്ച് കിടത്തരുത്. വേറെ വേറെ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ കിടത്തരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈദാ ബലഗ 12 സന, 12 വയസ്സായാൽ ളുരിബ അലസ്വലാ. മറ്റൊരു ഹദീസിൽ 10 വയസ്സുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. 10 ആവട്ടെ 12 ആവട്ടെ, മക്കളെ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവരെ നിങ്ങൾ തല്ലണം. എന്തിനായി തല്ലാൻ പറയുന്നത്? അവരെ ആത്മീയ ശുദ്ധീകരണത്തിന് വേണ്ടിയാ. നിസ്കരിച്ച് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്നാണ്. ഇത്രയും കർശനമാക്കുന്നത് എന്ത്? 10 വയസ്സായാലും മക്കളെ നിസ്കരിച്ചില്ലെങ്കിൽ തല്ല് എന്ന് പറയാനുള്ള കാരണം എന്ത്? വളർന്നു വരുന്ന തലമുറ അങ്ങനെയാവുമെന്ന് പണ്ടേ റസൂലുള്ളാഹിക്ക് അറിയാം. വിശുദ്ധ ഖുർആൻ അറിയാം, അല്ലാഹുക്ക് അറിയാം. അല്ലാഹു തആല പണ്ടേ പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ, നിസ്കാരം അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അത് തിന്മയിലേക്ക് അടുപ്പിക്കൂല, അനാവശ്യങ്ങളിലേക്ക് അടുപ്പിക്കൂല. നിങ്ങളുടെ മക്കളെ നന്നാവണം. 5 നേരം പള്ളിക്ക് കൊണ്ടുപോ, ആ മക്കളെ നന്നാവാതിരിക്കൂല. ഏത് സാഹചര്യത്തിലും അവർ ഇടപെടില്ല. അപ്പൊ അവരെ ആത്മീയ ശുദ്ധീകരണമായി നല്ല മക്കളായി. അങ്ങനെ 10-14 വയസ്സ് കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈദാ ബലഗ 16 സന, 16 വയസ്സായാൽ, 16 വയസ്സായാലുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, ആ മക്കൾക്ക് സവ്വജഹു അബൂ, സവ്വജഹു അബൂ, മക്കൾക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം.
പക്ഷെ ഇന്ന് പോക്സോ കേസാവും, അത് വിഷയം വേറെയാണ്. നമ്മളെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്ത് 2-3 വർഷം പുറത്തു വരാനുണ്ടാവില്ല, അത് വിഷയം വേറെ. പക്ഷെ ഒരു 10-20 വയസ്സാവും മക്കൾ ഇന്ന് വഴിപെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. കാമുകിമാരോട് പാതിരാവരെ മംഗല കഴിയാൻ വിടുന്നില്ല, ആരും ഉപ്പ വിടുന്നില്ല. ഞാൻ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വന്നു പറഞ്ഞപ്പോ ഒരു 38 വയസ്സുള്ള ഒരു ബാലക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ദ്വാരക്കണോ എന്തിന് മംഗല കഴിയാൻ? വയസ്സ് എത്ര? 38. എന്താ ഉപ്പ സമ്മതിക്കുന്നില്ല? സുബ്ഹാനല്ലാഹ്. എന്താ ചോദിച്ചു? ഉസ്താദ് ഉപ്പാക്ക് 3 മംഗലം കഴിഞ്ഞിനി, അതിലൊരു ചെറിയ മോളുണ്ട്, ഇപ്പൊ 3-ാമത്തെ, എല്ലാത്തിനും കല്യാണം കഴിഞ്ഞ്, മോൾക്ക് മംഗലാവാതെ നീ കയ്യണ്ട. മോൾക്ക് എത്ര വയസ്സായി? 16 വയസ്സായി. ഇനി 3 കൊല്ലം വെയിറ്റിംഗ് ആണ് ഉസ്താദ്. അപ്പൊ ഞാൻ ഖബറിലേക്ക് പോകാൻ റെഡിയായി. നിറച്ച് എനിക്ക് രാഹുൽ ഗാന്ധിയുടെ പോലെ പിന്നെ എന്ത് മംഗലം? ആലോചിച്ച് നോക്കിയേ. സൽമാൻ ഖാനെ പോലെ ഞാൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പെൺമക്കൾക്ക് പെട്ടെന്ന് മംഗലം കഴിച്ചു കൊടുക്കും. അങ്ങനെയായിട്ടാണ് മക്കൾ വഴിപിഴക്കുന്നത്. മക്കൾക്ക് അവർക്ക് വേണ്ടുന്ന സമയത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. വിശക്കുമ്പോഴാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. അതുപോലെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, 16 വയസ്സാകുമ്പോ നിന്റെ മക്കൾക്ക് നീ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ചുരുങ്ങിയത് 22 വയസ്സാകുമ്പോഴെങ്കിലും നിങ്ങൾ മംഗലം കഴിച്ചു കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, നിക്കാഹെങ്കിലും ആൺമക്കൾക്കും പെൺമക്കൾക്കും നിങ്ങൾ കഴിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പിന്നെ ആ കല്യാണ സദസ്സിൽ തന്നെ നിന്റെ മക്കളുടെ കൈ നീ പിടിക്കണം. കല്യാണം കഴിച്ച നിന്റെ പൊന്നുമോളുടെ പൊന്നുമോന്റെ കൈ പിടിച്ചുകൊണ്ട് പറയണം, കത് അദ്ദബുതുകാ. നമ്മൾ പിടിക്കുന്നു, കല്യാണം പിടിച്ച് നമ്മൾ ചോദിക്കുന്നത് എന്താ? മോനെ മംഗലെല്ലാം കഴിഞ്ഞില്ല, ഉഷാറായില്ലേ? എത്ര ആള് പുതിയാമ്പിളിന്റെ ഒക്കെ പോന്നെ? വെടി പൊട്ടിക്കാൻ എത്ര ആളുണ്ട്? ഗാനമേളത്തിന് എത്ര ആൾ പേരെന്ന് പറഞ്ഞില്ല അല്ലെ? നിക്കായിൽ ഭയങ്കരമാണ്. തങ്ങന്മാരും പണക്കാടുണ്ടാവും, മറ്റേ കുമ്പോൾ തങ്ങന്മാർ വലിയ എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പന്നെ ഈ തങ്ങന്മാരെ വെല്ലുന്ന രീതിയാണ് ഇപ്പൊ പുതിയ. ഇപ്പൊ ഉസ്താദുമാർ ആരും പുതിയാപ്പിളാരും പരിചയം കിട്ടാത്ത അവസ്ഥയാണ്. ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞിട്ട് 12 മണിയാകുമ്പോൾ എന്റെ പേരിൽ തുടങ്ങി ശൈത്താൻ ഇബ്ലീസ് എല്ലാം കൂടിയിട്ട് കുട്ടാനും മുട്ടാനും ചട്ടാനും അല്ലേ? എന്നിട്ട് പോകുമ്പോ ഒരു ശൈത്താന്റെ അബൂജാലിന്റെ പോക്ക. ഇതാര് ചോദിക്കുന്നേ? ഇതിങ്ങനല്ലേ ഇല്ലെങ്കിൽ നടക്കല ഉസ്താദെ? ഇത് ഇന്ന് ഹറാമോ ഹലാലോ ഒന്നിച്ചിട്ട് പോകണം. പലരുടെ അഭിപ്രായം അതാണ്. നേതൃത്വം വഹിക്കാൻ കാരണവന്മാരില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും വിലക്കിത്. അത് അവർ ഗൾഫിൽ നിന്ന് വന്നത് ബാലക്കാരും എന്റെ ചങ്ങായിമാർ വെടിപൊട്ടിക്കാൻ എന്നെ 60,000, 1 ലക്ഷവും 1.5 ലക്ഷവും ഒക്കെ കൊണ്ടുവന്നതാണ്. ഞമ്മ എങ്ങനെ ഉസ്താദെ മുടക്കുന്നേ? നമ്മൾ എങ്ങനെയാണ് ചോദിക്കല്? ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. നമ്മൾ ചോദിക്കുന്നതാണ്, എത്ര പേരാണ് പോകുന്നത്? എത്ര പേരാണ് മണിയറക്ക് കയറി അവിടുത്തെ മണിയറ ചവിട്ടിപ്പൊളിക്കുന്നത്? എത്ര പേരാണ് പുതിയാമ്പിളിന്റെ കൂടെ വെടിപൊട്ടിക്കാനും പുതിയാമ്പിളിന്റെ കൂടെ? ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, കല്യാണം കഴിഞ്ഞ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ കൈ പിടിച്ചുകൊണ്ട് പറയണം, മോരെ എന്തെന്നറിയോ? കത് അദ്ദബ്തുകാ, നിനക്ക് ഞാൻ മര്യാദ പഠിപ്പിച്ചു. വഅല്ലംതുകാ, നിനക്ക് ഞാൻ ഇൽമ പഠിപ്പിച്ചു. മാത്രമല്ല വഅൻകഹ്തുകാ, നിനക്ക് ഞാൻ വിവാഹം പോലും കഴിപ്പിച്ചു തന്നു. എന്നിട്ടോ അവനോട് പറയണം കൈ പിടിച്ചുകൊണ്ട്, അഊദു ബില്ലാഹി മിൻ ഫിത്നതിക ഫിദ്ദുനിയാ വഅദാബിക ഫിൽ ആഖിറ. മോനെ 16 വയസ്സ് വരെ നിന്നെ നല്ലതുപോലെ വളർത്തിയില്ലടാ, നിനക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്തില്ലടാ, നിന്നെ പൊന്നുപോലെ വളർത്തിയില്ലടാ. ഇനി നിനക്കൊരു ഇണയായി ഒരു പെണ്ണിനെ പോലും നിനക്ക് തന്നില്ലടാ. ഒരുപാട് ഉസ്താദന്മാർ വഅദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. മക്കളുടെ കാരണം കൊണ്ടാണ് അധിക രക്ഷിതാക്കളും നരകത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന്. ഇനി നിന്നെ കൊണ്ട് എനിക്ക് താങ്ങാൻ കഴിയില്ല മോരേ. അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്, ദുനിയാവിൽ നിന്റെ പക്കൽ നിന്ന് എന്ത് ഫിത്നയുണ്ടായാലും എന്ത് അനാശാസ്യതകൾ ഉണ്ടായാലും ഞാൻ ഉത്തരവാദിയല്ല മോരേ. അല്ലാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. വഅദാബിക ഫിൽ ആഖിറ, ആഖിറത്തിൽ നിന്റെ ഫിത്നകളിൽ നിന്ന് ഞാൻ പടച്ചവനോട് അഭയം തേടുന്നു എന്ന് ഒരു വാപ്പ മകനോട് പറഞ്ഞാൽ അവന്റെ ഉത്തരവാദിത്വം അതോടെ കഴിഞ്ഞു. പിന്നെ ആ പൊന്നുമോൻ എന്ത് ചെയ്താലും ആ വാപ്പ ഉത്തരവാദിയല്ല എന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. കഴിഞ്ഞു, ബാധ്യത കഴിഞ്ഞു.
പിന്നെ നമ്മൾ ഉത്തരവാദികളല്ല. പറഞ്ഞു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 14-16 വയസ്സ് വരെയാണ് നിങ്ങളുടെ മക്കളുടെ കൺട്രോൾ നിങ്ങളുള്ളത്. പിന്നെ പിടിച്ചാ കിട്ടൂല. ആ മക്കളെ നിങ്ങൾ വളർത്തേണ്ടതുപോലെ വളർത്തിയില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ആ മക്കൾ നിങ്ങളുടെ ശത്രുക്കളാണ്. അവർ ദുനിയാവിൽ നിങ്ങളെ തരം താഴ്ത്തും, ദുനിയാവിൽ നിങ്ങളെ നാണം കെടുത്തും. ഉസ്താദേ, ദുനിയാവിലല്ലേ മൊഗ്രാല് പള്ളിയുടെ പള്ളിപ്പറമ്പിൽ പോയി കിടന്നാൽ ഇവനിക്കെന്നെ നാണം കെടുത്താൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരെ, ആ ഖബറിന്റെ അകത്തളത്ത് പോലും നിസ്കരിച്ച, ഖുർആനോദിയ, സ്വതഖ ചെയ്ത, സകാത്ത് കൊടുത്തു വീട്ടിയ ഈ പട്ടാപകൽ റമദാനിന്റെ ചുട്ടുപൊള്ളുന്ന വെയിലിന്റെ താഴ്വരയിൽ നോമ്പെടുത്ത എന്റെ ബാപ്പാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഖബറിന്റെ ഉള്ളിൽ പോലും ഈ മക്കളെ കിടന്നുറങ്ങാൻ അനുവദിക്കൂല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും നിന്റെ ദുനിയാവിലുള്ള മക്കൾ ചെയ്യുന്ന തിന്മകളുണ്ടല്ലോ, എല്ലാ വെള്ളിയാഴ്ച ദിനമുണ്ടല്ലോ, എല്ലാ വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ, മൊഗ്രാള് പള്ളിയുടെ പള്ളിപ്പറമ്പിന്റെ 6 മണ്ണിൽ സ്വസ്ഥമായി ഞാൻ കിടക്കട്ടെ. ഞാൻ നിസ്കരിച്ചവളല്ലേ, ഖുർആനോദിയവളല്ലേ, നന്മകൾ ചെയ്തവളല്ലേ, സ്വതഖ ചെയ്തവളല്ലേ എന്നാലോചിച്ച് പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഉമ്മ, ദുനിയാവിലുള്ള നിന്റെ മക്കളെ കിടന്നുറങ്ങാൻ അനുവദിക്കാതെ അവരുടെ തിന്മകളെ മുഴുവനും മലക്കുകൾ കൊണ്ടുവന്ന് കാണിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പരിസരവാസികളായ 540 ഖബറാളികൾ ഉണ്ടല്ലോ, പരിസരവാസികളായ 540 ഖബറാളികളുടെ ഇടയിൽ എത്രയോ മുമ്പ് മരണപ്പെട്ടവരാ, നല്ലവരായിരിക്കും അവർ, പറയാൻ പറ്റൂല. അവരെ മുമ്പിൽ നിന്റെ മലകന്മാർ നിന്റെ മക്കളുടെ അമലുകളുടെ കാരണം കൊണ്ട് നാളെ ഖബറിന്റെ ഉള്ളിൽ നിന്നെ നാണം കെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവരുടെ മുഖങ്ങളെ കരിവാളിച്ചു പോകുമെന്ന് പറയുമ്പോ ഖബറിൽ പോട്ടെ, നാളെ പടച്ചവന്റെ ലോകത്ത് പോലും എന്റെ വാപ്പാ ഉമ്മ ഈ തിന്മ ചെയ്ത മക്കളെ കൊണ്ട്, പള്ളിക്ക് പോകാത്ത മക്കളെ കൊണ്ട്, നോമ്പെടുക്കാത്ത മക്കളെ കൊണ്ട്, ലഹരിക്കടിമപ്പെട്ട മക്കളെ കൊണ്ട്, ഖുർആൻ തൊട്ടു നോക്കാത്ത മക്കളെ കൊണ്ട്, അനുസരണയില്ലാത്ത മക്കളെ കൊണ്ട്, ഇബാദത്തുകളില്ലാത്ത മക്കളെ കൊണ്ട്, ജീവിതത്തിൽ തിന്മകളെ ജീവിക്കുന്ന മക്കളെ കാരണം കൊണ്ട്, അനാശാസ്ത്രതകളിലൂടെ ജീവിതം തള്ളി നീക്കുന്ന മക്കളെ കാരണം കൊണ്ട് നാളെ പരലോകത്തും നീ നഷ്ടപ്പെടുകയാ. ലോകത്തിന്റെ നേതാവ് പറയുകയാ, ഇസ്രാഫീലിന്റെ വെളിയാളം കേട്ട് നാളെ ഒരു വിഭാഗമുണ്ടല്ലോ, മൊഗ്രാള് പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിന്ന് അല്ലാഹുവിന്റെ ലോകത്തേക്ക് കടന്നു പോകുമ്പോ നിസ്കരിച്ച, ഖുർആനോദിയ, സ്വതഖ ചെയ്ത, നോമ്പെടുത്ത, ആരാധനയുടെ പാഠങ്ങൾ ചുമന്ന് പടച്ചവന്റെ സ്വർഗം ഉറപ്പിച്ചു കൊണ്ടുപോകുന്ന നീയുണ്ടല്ലോ, പടച്ചവൻ വിളിക്കുകയാണ് നിന്നെ, മോനെ, മൊഗ്രാളിൽ നമ്പർ 1 ഇബാദത്തുകാരനായിരുന്നടാ നീ, ഹദ്ദാദ് ചൊല്ലിയവനാണടാ, നിസ്കരിച്ചവനാണവടാ, തിന്മകൾ പരിപൂർണമായും ഒടിച്ചവനാണടാ. ഉമ്മ, നിന്നെ കുറിച്ചും പടച്ചവൻ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പടിവാതിക്കൽ നിനക്ക് ടിക്കറ്റ് നൽകുമ്പോ, സ്വർഗത്തിന്റെ പാസ് നൽകുമ്പോ, ആ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോ ഒരാള് നിന്റെ മുമ്പിലേക്ക് വരികയാണ്, ഒരാള് നിന്റെ മുമ്പിലേക്ക് വരികയാ. നോക്കുമ്പോഴാരാ, നീ തീറ്റിപ്പോറ്റ് വളർത്തിയ, അമ്മിഞ്ഞപ്പാല് കൊടുത്ത് വളർത്തിയ, പൊന്ന് പോലെ നോക്കിയ നിന്റെ പ്രിയപ്പെട്ട മക്കളാണ്, നിന്റെ അരുമ കുസുമങ്ങളാണ്. ആ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ വന്നുകൊണ്ട് പടച്ചവനോട് പറയാണ്, അല്ലാഹുവേ, ഇതെന്റെ വാപ്പയാ റബ്ബേ, ഇതെന്റെ ഉമ്മയാ റബ്ബേ. അല്ലാഹ്, ഇവർ നിസ്കരിച്ചവർ ശരിയാണ്, നന്മകൾ ചെയ്തവർ ശരിയാ, ആരാധനകളുടെ ഭാണ്ഡങ്ങൾ ചുമന്നവർ ശരിയാണ്, പക്ഷേ എന്നെ നോക്കിയില്ല അല്ലാ. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ എന്നെ പള്ളിയിലേക്ക് ആട്ടി ഓടിച്ചില്ല റബ്ബേ. റമദാനിൽ പോലും എന്റെ ഉമ്മ എനിക്ക് ഭക്ഷണം തന്നു റബ്ബേ. പാതിരാ
രാത്രി സമയത്ത് കൂട്ടുകാരുടെ തോളത്ത് കയറ്റി നടന്ന് എവിടെയൊക്കെ ഞാൻ ചുറ്റിക്കറങ്ങുമ്പോ ഒന്ന് അന്വേഷിക്കാതെ പോലും കൊച്ചിൽ നിന്ന് വാതിൽ കഥ മുട്ടുമ്പോ കഥ തുറന്ന് എന്നെ വീട്ടിലേക്ക് കയറ്റിയ ഉമ്മയാണ് റബ്ബേ. എന്റെ ഉമ്മയോ എന്റെ വാപ്പയോ എന്നെ ശ്രദ്ധിച്ചില്ല അല്ലാ. അതുകൊണ്ട് റബ്ബേ റബ്ബനാ അരിനല്ലദീ അളല്ലാനാ, അവർ ഇത്രയും പിഴപ്പിച്ച ഞങ്ങളെ തമ്മാടികളാക്കി സ്വർഗത്തിലേക്ക് വേണ്ടി പാസ് എടുത്ത് നിൽക്കുന്ന അവരെ ഞങ്ങൾക്കൊന്ന് പ്രദർശിപ്പിക്കുക അല്ലാ. അവരെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുവോ റബ്ബേ എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല സ്വർഗത്തിന്റെ പാസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കീരിച്ചാടുകയാണ്. ഒരു തിന്മ ചെയ്തിട്ടില്ല, ഒരു അനാചാരം ചെയ്തിട്ടില്ല, പടച്ചവന്റെ പൊരുത്തത്തിലായി മാത്രം ഒരാള് നാട്ടിൽ ജീവിച്ച ബാപ്പാ, കഷ്ടപ്പാടുകളുടെ തീച്ചൂളകൾ ജീവിതത്തിലേന്തി ഒരു നല്ല സുഖം പോലും കാണാതെ മരിച്ചുപോയ ഉമ്മ, നാളെ പടച്ചവന്റെ പരലോകത്ത് നിനക്ക് കിട്ടുന്ന സ്വർഗത്തിന്റെ പാസ് ഉണ്ടല്ലോ, അത് എത്രയോ വലുതാ. അത് തടയുന്നത് നിന്റെ നാട്ടുകാരല്ല, ലോകത്ത് നിന്നെ വഴിപഴപ്പിച്ച ഇബ്ലീസല്ല. അവിടെ ഇബ്ലീസായി വരുന്നത് നിന്റെ പ്രിയപ്പെട്ട പൊന്നോമനകളാ. ആ പൊന്നോമനകൾ പറയുമ്പോ നിന്റെ കയ്യിലുള്ള സ്വർഗത്തിന്റെ പാസ് കീരിച്ചാടി മക്കളുടെ മുമ്പിൽ നിങ്ങളെ മാതാപിതാക്കളായ നിങ്ങളും വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോ നിങ്ങളെ ആ മശറാ ലോകത്ത് നിങ്ങളുടെ മക്കൾ മലർത്തി കിടത്തുകയാണ്. എന്നിട്ടോ ഏതൊരു മാരിടത്തിൽ നിന്നാണ് അമ്മിഞ്ഞപ്പാല് കുടിച്ചത്, ഏതൊരു തോളത്താണോ വാപ്പാന്റെ കൂടെ കുസൃതി പറഞ്ഞു നടന്നത്, ആ പ്രിയപ്പെട്ട വാപ്പാന്റെയും ഉമ്മാന്റെയും നെഞ്ചകത്ത് കയറി നൃത്യം ചവിട്ടിയ ആ മക്കള് നിങ്ങളെ വലിച്ചഴച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ലോകത്തിന്റെ നേതാ ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാ. മൂന്നാമത്തെ അനുഗ്രഹം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. മക്കളുടെ കാര്യം ഗൗരവമാണ്, മക്കളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ഗൗരവത്തോടുകൂടെ സ്വന്തം നഫ്സിനോടും നിങ്ങളോട് പറയാണ്, മക്കളുടെ ഓരോരോ കാര്യത്തിൽ എന്റെ ഉമ്മമാരെ ദിവസത്തിൽ ഒരു 2 മണിക്കൂറെങ്കിലും മക്കളെ ശ്രദ്ധിക്കാം. കാരണം പാവപ്പെട്ട ഭർത്താക്കന്മാർ പ്രതീക്ഷയില്ല. ഗൾഫ് രാജ്യത്താണ്. രാവിലെ പണിക്ക് പോകുന്ന ഭർത്താവ് വന്ന് രാത്രി കിടന്നുറങ്ങുന്നത് 9 മണിക്കാണ്. മക്കൾ ആ സമയം ഉറക്കത്തിലാണ്. രാവിലെ പോകുമ്പോഴും അവർ മദ്രസയിലാണ്. പിന്നെ ശ്രദ്ധിക്കാനും നോക്കാനും ഇവിടെ ആ സമയം. നിങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആ പ്രിയപ്പെട്ടവനെ ഓർത്തിട്ടെങ്കിലും എന്ത് തിന്മകൾ വരുമ്പോഴും എന്ത് മോശത്തരങ്ങൾ വരുമ്പോഴും മക്കളുടെ കാര്യത്തിൽ ഗൗരവത്തോടെ ശ്രദ്ധിക്കാൻ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാലേ നമുക്ക് ഉപകാരത്തിന് കിട്ടും. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ ചുറ്റിയയിൽ അടിച്ചുകൊണ്ട് കൊല്ലാനും അറുകൊല നടത്താനും നമ്മുടെ തൊട്ടു പരിസരത്തിൽ തന്നെ മക്കൾ വളർന്നു വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പല മക്കളുടെ സ്വഭാവങ്ങൾ ഇന്ന് മോശപ്പെട്ടുകൊണ്ടിരിക്കുക. കൗൺസിലിംഗിന് വന്ന പല അധ്യാപകരും കൗൺസിലിംഗ് നടത്തുന്ന പല SI-മാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. ഇതേ കാസർഗോഡ് ജില്ലയിൽ കച്ചവടം നടത്തുന്ന മക്കൾ, ലഹരിക്കടിമപ്പെട്ട മക്കൾ, മിഠായിയിലൂടെ 4ാം ക്ലാസ്സുകാരന്റെ വായിക്കകത്തിട്ട് കൊടുത്ത മക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12 വയസ്സുള്ള കുഞ്ഞുമോൻ 10 വയസ്സുള്ള കുഞ്ഞന് ഞങ്ങൾക്ക് MDM നൽകി എന്ന് പറയുന്ന ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മക്കളുടെ കാര്യം ശ്രദ്ധയിൽ ഉറപ്പുവരുത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്തെ നിഅമത്തേതാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ മാൽ, പൈസയാണ്. പൈസ, എന്റെ പ്രിയപ്പെട്ടവരെ, പണം എന്നുള്ളത് വലിയ വിഷയമല്ല. ചില ആളുകൾക്ക് അങ്ങനെ അൽഹംദുലില്ലാ അള്ളാഹ് എനിക്ക് വേണ്ടുപോലെ എന്നിൽ പിരിസം വെച്ചിട്ട് കുറേ അള്ളാഹ് തന്നു. മോനെ, അള്ളാഹ്ക്ക് ഒരു സെക്കൻഡ് മതി. ഞാനിതേ കാസർഗോഡ് ജില്ലയിലെ മറ്റേ മുട്ടത്തോടിക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോ എനിക്ക് ഓർമ്മ വരുന്നില്ല എവിടെയെന്ന്. ഇതിന്റെ അടുത്ത് ഫ്ലഡ് വന്നല്ലോ. ഫ്ലഡ് വന്ന സമയത്ത് ഒരു സഹോദരൻ എന്റെ അടുത്ത് വന്നു. ഒരു വെള്ളിയാഴ്ച ജുമഅക്ക് എടവണ്ണപ്പാറയിലുള്ള സഹോദരനാ. അയാൾ എന്റെ റൂമിന്റെ കഥമുട്ടി പൊട്ടി പൊട്ടി കരയാ. ഉസ്താദേ, എനിക്ക് കൂടുതൽ പൈസ വേണ്ട, 3800 രൂപ ഇന്നത്തെ ജുമഅക്ക് പിരിച്ചു തരണോ. അന്ന് ഞാൻ പിരിച്ചു കൊടുത്തു. ജുമാ കഴിഞ്ഞ് അദ്ദേഹം വന്ന് പറയാണ്, ഉസ്താദേ, കോടിക്കണക്കായ സമ്പത്ത് എനിക്കുണ്ടായിരുന്നു. 2 കോടിയുടെ വീട്, ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു എനിക്ക് തന്നപ്പോഴും ഫ്ലഡ് വന്നപ്പോ എല്ലാം പോയി. എന്റെ ഭാര്യയും പോയി, മക്കളും പോയി, സ്വത്തും സമ്പാദ്യം ഒക്കെ പോയി. ഇന്ന് എനിക്ക് എടവണ്ണാപ്പാറയിൽ എന്റെ മരത്തിന്റെ ഒരു മില്ലുണ്ടായിരുന്നു, 10 കോടി രൂപയുടെ. അതില്ല.
എനിക്കിന്ന് താമസിക്കാൻ ഇടമില്ലാതെ കൊടക് ജില്ലയിൽ ഞാൻ നാണം കെട്ട് ജീവിക്കുകയാണ്. വാടക കൊടുക്കാൻ കാശില്ലാതെ തെണ്ടി വന്നതാണ് ഉസ്താദ്. വയനാട് ജില്ലയിൽ അല്ലാഹു ഒരു മിനിറ്റ് കൊണ്ട് കരിച്ചു കളഞ്ഞത് നമ്മൾ കണ്ടവരാ. 80 ലക്ഷം രൂപയുള്ള വീട് വെച്ച് 4 മാസം കഴിഞ്ഞാൽ കൊടികൂടുന്ന വീടിനെ കുറിച്ചാണ് ഞാൻ ദുബായിലേക്ക് പോയപ്പോ വയനാടുകാരനായ മുണ്ടക്കൈയിലുള്ള ഒരു സഹോദരൻ തന്റെ കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞത് കൽബ് പൊട്ടിപ്പോയി. റബ്ബേ, ജീവിതത്തിന്റെ ഉടനീളം 30 കൊല്ലം ഉണ്ടാക്കി അധ്വാനിച്ച് കടമില്ലാതെ വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനുണ്ടാക്കിയ സാമ്പത്തിക സ്രോതസ് ഉണ്ടല്ലോ, ഒരു മിനിറ്റ് കൊണ്ട് തകർന്നടിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് കൊണ്ട് വല്ലാതെ അഹങ്കരിക്കല്ലേ. അള്ളാന്റെ വിളി വന്നാൽ നമ്മളെല്ലാം തകർന്നടിഞ്ഞു പോയി പോകേണ്ടവരാണ്. അള്ളാന്റെ റസൂല് പറയുന്നത് അതാണ്, മനുഷ്യ നിനക്ക് എത്ര കിട്ടിയാലും മതി വരില്ല, നിനക്ക് എത്ര കിട്ടിയാലും മതി വരില്ല. യഖൂലു ഇബ്നു ആദം മാലി മാലി, 10 കിട്ടിയാൽ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണം, ലക്ഷങ്ങൾ വേണം, കോടികൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിന് വേണ്ടി ഓടി നടക്കുന്നവരെ, ഒരേ ആ സമ്പത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, യഖൂലു ഇബ്നു ആദം മാലി മാലി എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് നോക്ക്, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന. പണത്തിന് വേണ്ടി ഓടുന്നവരെ, പണം